Good morning, everyone. Welcome to Attendant Malayalam channel. This is Rindu Sebastian, and welcome to our Hindu editorial analysis of 18th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാ നോക്കാം. അതുപോലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. നമുക്ക് എന്തായാലും ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസിനെ നോക്കാം, വൊക്കാബുലറി നോക്കാം, അതുപോലെ എന്താണ് ജനറൽ അവയർനെസ്. എല്ലാ ദിവസവും ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള സെഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ ഇക്കണോമിക്സിൽ വരുന്ന പുതിയ മാറ്റങ്ങളെ പറ്റി, പൊളിറ്റിക്കൽ റിലേറ്റഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സിനേരിയോയിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി, അത് എൻവയോൺമെന്റ് ആർട്ടിക്കിൾ ആണെങ്കിൽ വരുന്ന എൻവയോൺമെന്റൽ എക്കോളജി റിലേറ്റഡ് വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വൊക്കാബുലറി, വൺ വേർഡ്സ് പഠിക്കണം, ഇഡിയംസ് പഠിക്കണം, ഫ്രേസൽ വെർബ്സ് പഠിക്കണം, അതുപോലെ കൺഫ്യൂസിങ് വേർഡ്സ്, സിനണിംസ്, ആന്റണിംസ് ഒക്കെ നമുക്ക് പഠിച്ചുവിടാം. അപ്പോൾ ഡെയിലി ഉള്ള സെഷനാണ്. രാവിലെ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഡെയിലി വരാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ രാവിലെ കുറച്ച് വേർഡ്സ് ഉണ്ട്, വൊക്കാബും അതുപോലെ ജനറൽ നോളജും ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഇരിക്കാം. അപ്പോൾ എന്നും രാവിലെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രിപ്പറേഷൻ ആക്കി കൊണ്ടുപോവുക, മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എന്ന് അപ്ഡേറ്റ് ആയിരിക്കുന്നു അത് നമുക്ക് എപ്പോഴും ഗുണമാണ് അല്ലേ. സോ ലെറ്റ് സ്റ്റാർട്ട്. 2 ആർട്ടിക്കിളിനെ പറ്റി പറയാം. ഒന്ന്, നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, പുള്ളിക്കാരന് വീണ്ടും പ്രസിഡന്റ് ആവാൻ അല്ലെ, അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ, US പ്രസിഡന്റ് ആവാനുള്ള ഒരു ആഗ്രഹം പുള്ളിക്ക് പണ്ടുണ്ട്. അപ്പം ഇനി ഇവൻ ദോ പുള്ളിയുടെ പാർട്ടിയിൽ തന്നെ പുള്ളിക്ക് ഉള്ള എതിർപ്പ് റൈവൽസ് ഉണ്ടെങ്കിൽ പോലും, വിത്തിൻ ദ പാർട്ടി റൈവൽസ് ഉണ്ടെങ്കിൽ പോലും പുള്ളിക്ക് അതിനൊരു താല്പര്യമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു അനാലിസിസ് ഉള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ദാറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് റീഡബിൾ ആണ്, പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ നോ, ഇറ്റ്സ് ഓക്കെ. അതിലുള്ള വൊക്കാബുലറി ഒക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കത് ഡിസ്കസ് ചെയ്ത് വിടാം. കൂടാതെ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ എക്സ്പോർട്ടിന്റെ ഷോർട്ടേജിനെ പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഷോർട്ടേജ് ഓഫ് എക്സ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് വരുന്ന പ്രതിസന്ധി എന്താണ്? സോ ഇറ്റ്സ് എ ട്രേഡ് ട്യൂമൾട്ട്, വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ നമ്മൾ വായിച്ചപ്പോഴും കണ്ടായിരിക്കും, റിസഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മൊത്തം. ലോകം മൊത്തം ഒരു സാമ്പത്തിക മാന്ദ്യം ഒരു അതിലോട്ട് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേ ഓഫ്സ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ഇന്നത്തെ ആർട്ടിക്കിൾ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പോൾ എല്ലാവർക്കും ഉഷാറല്ലേ? തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തുടങ്ങാം. എന്നാലും നമ്മുടെ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: വിസ്ഡം ഇസ് മോസ്റ്റ്ലി ദ ഫ്രൂട്ട് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ പറയില്ലേ, പുള്ളിക്കൊക്കെ എന്നെ അറിവാല്ലേ. ചില ആൾക്കാരെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി കണ്ട് പറയാറുണ്ട്, എന്നെ അറിവ് ഇവർക്ക് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു. എന്താ ഈ അറിവ് നേടുക എന്നൊക്കെ പറയുന്നത്? എന്നാ ശരിക്കും പറഞ്ഞാൽ ഈ വിസ്റ്റം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നാ സാധനം? ഇത്രേ ഉള്ളൂ, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഏജ് കൂടുമ്പോൾ വിസ്ഡം വെക്കൊന്നുമില്ല. നമുക്ക് ഏജ് കൂടുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജ്ഞാനം വെക്കാന്ന് പറയാം. അപ്പോൾ റിമെമ്പർ, നിങ്ങൾക്ക് തീരുമാനിക്കാം ഇഫ് യു വോണ്ട് ടു ബി വൈസ് ഓർ നോട്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ വയസ്സാകണോ അല്ലെ ജ്ഞാനം നേടണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. ഓരോ എക്സ്പീരിയൻസ് നമുക്ക് ഓരോ പാഠങ്ങളാണ്. ആ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചു, അതിന് ലെസൺ ഉൾക്കൊണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജ്ഞാനത്തിലോട്ട് എത്തും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ടേക്ക് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങളത് സ്വീകരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരു വെരി വാം ഗുഡ് മോർണിംഗ്. സുഖമായിട്ട് എല്ലാവരും പോകുന്നു എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുകയാണ്. യെസ് അനീഷേ, ഹായ്. ഓക്കെ, കറക്റ്റ്. പോവാം. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനൽ ആദ്യമായിട്ട് ആപ്പിനെ പറ്റി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾ Attendant ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ സൈൻ ഇൻ ചെയ്യുക. അപ്പൊ നിങ്ങളോട് ചോദിക്കുക ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കേരളത്തിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ ആപ്പിലൂടെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. സബ്ജക്ട് വൈസ് ആയിക്കോട്ടെ, എക്സാം വൈസ് ആയിക്കോട്ടെ, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക ആൻഡ് അതിൽ നിന്ന് പ്രാക്ടീസ് നേടുക അല്ലെ. ഓരോ എക്സ്പീരിയൻസും ഓരോ കാര്യങ്ങളാണ്, അത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാം, SSC ആണോ, ബാങ്കിങ് ആണോ, ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ കേരള PSC എക്സാം ആണോ നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, DRDO എക്സാം ആണോ, കോർട്ട് എക്സാംസ് ആണോ, ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇവിടെ ക്ലാസ്സുകളുണ്ട്.
അതിന്റെ അസിസ്റ്റൻസ് ക്ലാസ്സുകൾ, എക്സാമിന്റെ അനാലിസിസ് ഉണ്ട്, PYQ സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, രാവിലെ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട്, അതിനുശേഷം എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പോയാൽ കറക്റ്റ് പാത്തിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ യൂസ് ഇറ്റ് കേട്ടോ, ഈ റിസോഴ്സസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് നമ്മുടെ നേരെ ഫ്രേസൽ വേർബ്സിലോട്ട് പോകാം, ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. DRDO മോർ ദാൻ വൺ അപ്ലൈ പറ്റും അമല, പറ്റും കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ തുടങ്ങാം, നമുക്ക് തുടങ്ങിയേക്കാം. നമ്മുടെ ആദ്യത്തെ ഫ്രേസൽ വെർബ് ഇതാണ്, കോൾ ഫോർ. കോൾ ഫോർ എന്താ? കോൾ ഫോർ എന്ന് പറഞ്ഞാൽ, കോൾ ഫോർ വളരെ എന്താ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. കോൾ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സംതിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ദിസ് സിറ്റുവേഷൻ കോൾസ് ഫോർ എ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇറ്റ് ഡിമാൻഡ്സ് എ മീറ്റിംഗ്. ഈ സിറ്റുവേഷനിൽ നമുക്കൊരു മീറ്റിംഗിന്റെ ആവശ്യം ഉണ്ട്, അല്ലെ, റിക്വയർമെന്റ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾ ഫോർ. റിക്വയർ, നീഡ് ഓർ ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനത്തിനാണ് കോൾ ഫോർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫ്രേസൽ വെർബ്. അടുത്ത വെയിറ്റ് ഔട്ട്. വെയിറ്റ് ഔട്ട്, വാച്ച് ഔട്ട് എന്ന് നമ്മൾ പറയൂലേ, വാച്ച് ഔട്ട്. വാച്ച് ഔട്ട് ഇസ് ഡിഫറെന്റ്, വെയിറ്റ് ഔട്ട് ഇസ് ഡിഫറെന്റ്. അപ്പോൾ വാച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ ബി അലേർട്ട് എന്നാണ്, അല്ലെ. അപ്പം നമ്മൾ ഒരാളെ വോൺ ചെയ്യുന്നതിനെയാണ് വാച്ച് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ വേറെ വെയിറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് അൺടിൽ ആൻ അൺപ്ലസന്റ് ഈവന്റ് ഈസ് ഓവർ. വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഈവന്റ് നമ്മുടെ ലൈഫിൽ നടക്കാൻ വിചാരിക്കാം, ഓർ എവിടെയും സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വി ആർ പേഷ്യന്റ്ലി വെയിറ്റിംഗ്. നമ്മൾ കറക്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഈ ഒരു അൺപ്ലസന്റ് ഈവന്റ് തീരുന്നത് വരെ. അതിനാണ് നമ്മൾ വെയിറ്റ് ഔട്ട് എന്ന് പറയാം. ഓർത്തോണം, നെഗറ്റീവ് ഒരു എലമെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എന്താ വെയിറ്റ്, ആ ഒരു സിറ്റുവേഷൻ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനാണ് വെയിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. UPSC ഉണ്ട് മുബീന, രാവിലെ എല്ലാ ദിവസവും രാവിലെ UPSCക്ക് വേണ്ടിയിട്ട് സെഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ്, രാവിലെ എക്കണോമിക്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, പൊളിറ്റി ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ജോഗ്രഫി ഉണ്ട്. UPSC പ്രിപ്പറേഷൻ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ, ഫ്രീ ക്ലാസ്സുകളുണ്ട്. പിന്നെ KSന്റെ ക്ലാസ്സുകൾ എന്താ ബാച്ച് നമുക്കുണ്ട്. അപ്പോൾ രാവിലെ ലക്ഷ്മികാന്തിന്റെ പോളിറ്റി ടെക്സ്റ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ഓരോ ദിവസവും ക്ലാസ് പ്ലസ് മോക്ക് ടെസ്റ്റിലായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ജിജി മിസ്. അപ്പൊ അങ്ങനെ ഒരുപാട് സെഷൻസ് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ എല്ലാ സെഷൻസും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, തുടങ്ങാം. നോക്കിയേ, അടുത്ത പുൾ ഓഫ്. പുട്ട് ഓഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പുട്ട് ഓഫ് ചെയ്യാം. പുട്ട് ഓഫ് കേട്ടിട്ടില്ലേ? പുട്ട് ഓഫ്, ഇപ്പൊ ഞാൻ നേരത്തെ പറയുന്ന ഈ ഫ്രേസൽ വെർബ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഈ പുട്ട് ഓഫ് കേട്ടിട്ടുണ്ടായിരിക്കും. പുട്ട് ഓഫ്, പുട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാന്നാണ് അർത്ഥം. ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കുക, നീട്ടി വെക്കുക, അല്ലെ. പുട്ട് ഓഫ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഒരു കാര്യത്തിനെ മാറ്റി നീട്ടി വെക്കുകയാണ്, അതാണ്. പക്ഷെ പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യുക. ഹി പുൾഡ് ഓഫ് ദി ഈവന്റ് വെൽ. ഓ, അത്യാവശ്യം he pulled off the victory, he pulled off the medal, he pulled off the role, he pulled off the post, he pulled off the job എന്നൊക്കെ പറയും. അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുക, സാക്ഷാത്കരിക്കുക എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതിനാണ് പുൾ ഓഫ് ചെയ്യുക എന്ന് പറയാം. he pulled off the event well. നല്ല രീതിയിൽ അവൻ എന്തായാലും സംഭവം തെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പുൾ ഓഫ്. ഓർത്തോണേ, പുൾ ഓഫ്. അടുത്ത സെറ്റ് ദ ടോൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സെറ്റ് ദ സ്റ്റേജ്, അല്ലെ, അരങ്ങൊരുക്ക നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് സെറ്റ് ദ ടോൺ ആണ്. സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ് എ പെർട്ടിക്കുലർ മൂഡ് ഫോർ സംതിങ്. ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോവാണ്, അതിന് വേണ്ടിയിട്ട് ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്ത് തരാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളും സെറ്റാണ്, അല്ലെ, അതിനൊരു മൂഡ് സെറ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ സെറ്റ് ദ ടോൺ ഫോർ സംതിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഓർത്തോണേ, സെറ്റ് ദ ടോൺ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? എസ്റ്റാബ്ലിഷ് എ പെർട്ടിക്കുലർ മൂഡ് ഫോർ സംതിങ്. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? സെന്റൻസ് മേക്ക് ചെയ്തോളൂ. ലെറ്റ്സ് മേക്ക് സെന്റൻസസ് പീപ്പിൾ. സെന്റൻസ് മേക്ക് ചെയ്ത് സെന്റൻസ് ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, സെന്റൻസ് പോരട്ടെ. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് സർണൽ. കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളം ഉണ്ടാകുമെന്നോ? UPSC കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളമാണ്. കറണ്ട് അഫയേഴ്സ് ഇൻ മലയാളമാണോ എനിക്കറിയില്ല. മാം ചെയ്യുന്ന നമ്മുടെ ഷിൻസി മാം ചെയ്യുന്നത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് കറണ്ട് അഫയേഴ്സ് സെഷൻ കൂടി നോക്ക്, രാവിലെ 8 മണിക്കുണ്ട്. അപ്പൊ മുബീന് നോക്ക്, മലയാളത്തിലാണ് എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ ഒന്ന് ചെയ്ത് കണ്ടു നോക്ക്. എനിക്കിത് മലയാളം തന്നെയാണെന്ന് എന്റെ വിശ്വാസം. അതെ, മലയാളം തന്നെയാണ് കേട്ടോ. അപ്പോൾ 8 മണിക്ക് എന്നും ഉണ്ട്, ഡെയിലി ഉണ്ട്. ഒന്ന് നോക്ക് കേട്ടോ. ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ പുൾ ഓഫ് യുവർ ഡ്രീം. ദാറ്റ്സ് ഗ്രേറ്റ്. സ്റ്റുഡൻസ് call for extra classes for stronger അല്ല, for strengthen their preparation, for making their preparation stronger എന്ന് കൊടുത്തു. stronger എന്ന് പറയില്ലല്ലോ, കാര്യം for ഒരു ഇതല്ലേ, എന്താണ്, ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിന് ശേഷം ജെറണ്ട് വന്നു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരണം. സ്ട്രോങ്ങർ എന്ന അഡ്വർബ് വരുമോ? അല്ല, അഡ്ജക്റ്റീവ് വരുമോ? അവിടെ വരില്ല കേട്ടോ. അനുപേ, അതൊന്ന് ശ്രദ്ധിച്ചോണം. അതും സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഉദ്ദേശിക്കുന്നത്.
Strengthening for strengthening their preparation correct. These times these times too shall pass. The thing you should do is to wait out. That's great. Great. Wait out the rain to stop to begin the event. All right. Wait out the rain. Wait out for the rain. Wait out for the rain to stop. Wait out for the rain to stop to begin the event. Okay. Let's find a place where we can wait out the flood. That's great. Life is short. Pull off your dreams. That's great. Wait out. Now you set the tone for this event. Great. She waits up for him to leave. All right. Can you set the tone for her birthday celebration? That is great. To pull off your ambition, you will have to wait over. That is great. Set the tone for graduation ceremony. That is great, Sharon. Let's wait out. Okay. Governor called for the resignation of CM. All right. Same. Governor spelling Amala. Governor spelling in the GOVERNOR ആണ്. NER അല്ല NOR ആണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. All right. അടുത്ത നോക്കിയേ. നെക്സ്റ്റ് വൺ ഇസ് റൂൾ ഔട്ട് ചെയ്യുക. എന്താണ് റൂൾ ഔട്ട് ചെയ്യുക? നമ്മളൊരു എന്താണ് ഈ പാർലമെന്റിലൊക്കെ നമ്മൾ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി വെക്കുമ്പോൾ പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് പീപ്പിൾ എന്താ പറയാ ദ കമ്മീഷൻ ഓർ ദേ റൂൾ ഔട്ട് ദ പ്രോജക്ട് അല്ലെ. നമ്മളൊരു കമ്പനിയുടെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ അവരത് റൂൾ ഔട്ട് ചെയ്തോളെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഞങ്ങൾ ഒഴിവാക്കണേ, റിജക്ട് ചെയ്യാണ്, എക്സ്ക്ലൂഡ് ചെയ്യാണ്. സോ റൂൾ ഔട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഇതാണ്. എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കി കളയാം, നിങ്ങൾ ഇല്ലാണ്ടാക്കുവാണ് അല്ലെ. അതുപോലെ റിജക്ട് ചെയ്ത് കളയാം. ദാറ്റ് ഇസ് റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ. റൂൾ ഔട്ട് എൻ ഐഡിയ, റൂൾ ഔട്ട് എ പ്രപ്പോസൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് റൂൾ ഔട്ട്. ഓർത്താണ്, റൂൾ ഔട്ട് വേറെ, റോൾ ഔട്ട് വേറെ. റോൾ ഔട്ട് ലോഞ്ച് ചെയ്യാന്നാണ്. റൂൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മീനിങ് ആണ്. റോൾ ഔട്ട് ലോഞ്ച് ചെയ്യുക, ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ദാറ്റ്സ് ഡിഫറെന്റ്. ROLL ഓർത്തോടെ. റൂൾ ഔട്ടും റോൾ ഔട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കാം. റോൾ ഔട്ട് ലോഞ്ച് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ലോഞ്ച് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അടുത്ത ഡബിൾ ഡൗൺ. ഡബിൾ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യത്തിൽ നമുക്ക് എന്താ ഡബിൾ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത് ഇരട്ടി കൊടുക്കാന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ ഡബിൾ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകും, എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോകും, അതിനോട് നമുക്ക് ഡബിൾ കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ് മോർ സ്ട്രോങ്ലി, കുറച്ചുകൂടെ കൂടുതലായിട്ട് കമ്മിറ്റ് ചെയ്യുക, അതിനോട് കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുക. അതിനാണ് ഡബിൾ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ. ഡബിൾ ഡൗൺ മീൻസ് കമ്മിറ്റ് മോർ സ്ട്രോങ്ലി ടു ആൻ ഈവന്റ്. നമ്മളൊരു കാര്യം, ഒരു പ്രത്യേക ഒരു പ്രവൃത്തിയോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഇരട്ടിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ഡബിൾ ഡൗൺ ചെയ്യാന്ന് പറയാം കേട്ടോ. പരിപാടി ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല എന്നാൽ പുട്ട് ഡബിൾ ഡൗൺ യുവർ എഫേർട്ട് എന്ന് പറയും. അതായത് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് ഇതിന്റെ എഫേർട്ട് കൊടുക്കുക എന്ന് പറയില്ലേ, അതിനാണ് ഡബിൾ ഡൗൺ എന്ന് പറയും. ദാറ്റ്സ് ഡബിൾ ഡൗൺ. ഓക്കെ, നമുക്ക് നോക്കാം. വിരാട് കോഹ്ലി വെയിറ്റഡ് ഫോർ ദ ഓപ്പർച്യൂൺ ടൈം വിച്ച് കോൾഡ് ഫോർ to take off when the Pakistani team were on the back foot അല്ലാണ് നീ ഉദ്ദേശിക്കുന്നത്, back foot അല്ല in order to pull off a throttling victory. Great. അല്ലെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറിച്ച് ബാക്കിയല്ല സെറ്റ് ആണ് കേട്ടോ. ലേണിംഗ് വൊക്കാബുലറി ഫസ്റ്റ് sets it on for discussing the editorial. Of course ആണ്. ആദ്യം വൊക്കാബുലറി എന്നിട്ട് എഡിറ്റോറിയൽ അല്ലേ. ആദ്യം ഇരുന്നിട്ട് കാല് നീട്ടി വെക്കാൻ നമ്മൾ അറിയില്ല അതുപോലെ. യെസ്, അതിൽ കോമയുടെ ആവശ്യമില്ല കേട്ടോ കൃഷ്ണജ. ഇത് വേണ്ട, കോമ വേണ്ട. That's it. Nowadays, all are setting the tone for FIFA World Cup. Yes, they are. I call for a chocolate to complete my brother's record. All right. Demand ചെയ്തല്ലേ. Police ruled out the petition due to lack of evidence. All right. Reject ചെയ്തു. He always rule out my ideas. All right. He always rule out അല്ല. അനുപമ, ഞാൻ അനുപമയോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. He എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ വെർബ് സിംഗുലർ കൊടുക്കണമല്ലോ. He always rules out. He സബ്ജക്റ്റ് സിംഗുലർ. സോ ഹിയോ ഷിയോ ഇറ്റോ ഒക്കെ സിംഗുലർ അല്ലേ. അപ്പൊ എന്ത് കൊടുക്കണം? റൂൾസ് ഔട്ട് കൊടുക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആക്കി വെർബ് സിംഗുലർ ആക്കി. എങ്ങനെ വെർബിനെ സിംഗുലർ ആക്കാം? വെർബിന്റെ കൂടെ ഒരു എസ് ഇട്ട് കൊടുത്താൽ അപ്പൊ അത് സിംഗുലർ ആയി. ഓക്കെ. She ruled out my proposal. Great. Setting the tone only for you among lakhs of applicants is not paradigm. All right. Candidates with MCA degree are called for the new job vacancy. Are called for. കാരണം എന്താണെന്നറിയോ ആദിത്യ, ഇവിടെ വിളിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു, റിക്വയർ ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പം അതായത് ആരോ റിക്വയർ ചെയ്തു എന്നല്ലേ. അപ്പൊ അത് പാസീവ് വോയിസ് ആയില്ലേ. അപ്പൊ ആർ എന്ന് പറയുന്ന ബി ഫോർമുലേഷനോട് V3 ഇട്ട് കൊടുക്കുക. റിക്വയർഡ് എന്ന് വരില്ലേ, അതിന് പകരം എന്ത് കൊടുക്കണം? ആർ കോൾഡ് ഫോർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആവും. And court ruled out the appointment of Priya Varghese. All right. His age effectively ruled him out as a possible candidate. Great. You have to pull off your dreams, at least for your poor parents. All right. Hard work and smart work will pull off your dream. That's great. Double your preparations. One day you will pull off your dream. That is great. You should wait out for seeing changes in you. Otherwise, you would miss that transition. Yes, I know. Great. Alliance company
called for recruitment of candidates for document specialist position on the 4th day of the succeeding week. Great. Uma, good morning. G20 set the tone to form a global methane alliance in order to double down methane emission reduction. Great, Annie. Setting the tone to study is a difficult task. Once it's done, it can be pulled off. That is great. It can be fulfilled, it can be achieved. Vinu, good morning. Village officer ruled out my application for caste certificate. അത് സ്ഥിരമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലേ ചില വില്ലേജ് ഓഫീസർമാർക്ക് ഉണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി. എന്തിനു വേണ്ടിയിട്ടാണ് അവരിതിങ്ങനെ അല്ലെ അവരുടെ ഇത് പൊസിഷനിൽ ഇരിക്കുമ്പോൾ കുറച്ചങ്ങ് റിജക്ട് ചെയ്തേക്കാം. അതൊരു സന്തോഷമാണ് തോന്നുന്നു അവർക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത നോക്കിയേ, ടേക്ക് ബാക്ക് തിരിച്ചെടുക്കടാ അല്ലെ. നമ്മൾ എന്തായാലും ഒരു വാവിട്ട വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. എന്നോട് ഇടയ്ക്ക് എന്നെ അനിയത്തി പറയാ, ഇപ്പൊ എന്താ പറഞ്ഞേ തിരിച്ചെടുത്തേത് എന്ന് പറയും. അപ്പൊ ഞാൻ തിരിച്ചെടുക്കും. അങ്ങനെ ചില സംഭവങ്ങൾ വീട്ടിൽ നടക്കാറുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയും തിരിച്ചെടുത്ത്. ഇപ്പൊ എന്നെ വർത്താനം പറഞ്ഞു തിരിച്ചെടുത്തേ, അത് എന്നെ ടോക്കാ തിരിച്ചെടുത്തേ എന്ന് പറയാൻ എന്നോട്. അപ്പൊ ഞാൻ തിരിച്ചെടുക്കും അത്. അപ്പൊ ടേക്ക് ബാക്ക്, വാവിട്ട വാക്ക് തിരിച്ചെടുക്കുന്നതാണ് കൊളപ്പള്ളി അപ്പം പറഞ്ഞേക്കണേ. നല്ല കൊളപ്പള്ളി അപ്പനോട് നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ, 6ാം നമ്പര്. എന്തായാലും ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം നമുക്കുണ്ട്. ഒന്ന്, നമ്മൾ കൊടുത്തൊരു കാര്യം നമ്മൾ തിരിച്ച് പൊസസ് ചെയ്യുക അല്ലെ, റീഗെയിൻ യൂസ് അല്ലെങ്കിൽ റീഗെയിൻ ദ പൊസിഷൻ ഓഫ് സംതിങ്, അത് പറയാം. അതിനെ ടേക്ക് ബാക്ക് പറയാം, ഒരു ടേക്ക് ബാക്ക്. രണ്ടാമത്തെ ടേക്ക് ബാക്ക് എന്താ, റിട്രാക്ട് സംതിങ്. പറഞ്ഞൊരു കാര്യം നമ്മൾ റിട്രാക്ട് ചെയ്യണം അല്ലെ. വാവിട്ട വാക്ക് നമ്മൾ തിരിച്ചെടുക്കുക പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയാം. അപ്പൊ രണ്ടർത്ഥമാണ് ടേക്ക് ബാക്കിന് ഓർത്തോണം. ടേക്ക് ഇറ്റ് ബാക്ക് എന്ന് നമ്മൾ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ഡബിൾ ഡൗൺ ദ പ്രിപ്പറേഷൻ ഡ്യൂറിംഗ് ദ ഫൈനൽ ഡേയ്സ് ഓഫ് ദ എക്സാമിനേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഡ്യൂ ടു ദ ലാക്ക് ഓഫ്, ഇന്നിപ്പോ അത് നടക്കും അല്ലെ, നാളെ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ഡബിൾ ഡൗണിംഗ് ആയിരിക്കും നടന്നുകൊണ്ട്, ഡബിളിംഗ് ഡൗൺ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ SBI ക്ലർക്കിന്റെ സെക്കൻഡ് ഫേസ് നാളെയാണ്. അപ്പൊ അതിനും നമ്മുടെ കുട്ടികൾ എടുത്തിട്ട് അല്ലെ നല്ലതായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവുമായിരിക്കും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ദിവസം എക്സാം ഡേയ്സ് ലാസ്റ്റ് വരുമ്പോ അല്ലെ. യാ. ആൻഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഹി റൂൾസ് ഔട്ട് ഫ്രം എവറി കമ്പനി. ഹി റൂൾസ് ഔട്ട് അല്ല സേവ, അവൻ റൂൾ ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പൊ എന്നെ കൊടുക്കണം അവിടെ പാസിവൈസേഷൻ കൊടുത്തേ. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഹി ഈസ് റൂൾഡ് ഔട്ട് ഫ്രം എവറി കമ്പനി. അവന്റെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് അവൻ റിജക്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അത് ആരോ പുള്ളിയെ റിജക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജറോ ആരോ ബോർഡോ റിജക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കൊടുക്കണം, ഹീസ് റിജക്റ്റഡ് എന്ന് കൊടുക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സുനീഷ്. കണ്ടന്റ് വൊക്കാബുലറി മീനിങ് മലയാളത്തിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാമോ? മലയാളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് സുനീഷ്, കാര്യം ഒരുപാട് സമയം എടുക്കും, അതാ പ്രശ്നം. ഞാൻ പറയാം മലയാളത്തിൽ അതിന്റെ കേട്ടോ, മലയാളത്തിൽ പറഞ്ഞു തരാം. എഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. ടൈപ്പ് എല്ലാം ചെയ്ത് വരണ്ടേടാ, ക്ഷമിക്കും നീ എന്നോട്. After ruling out the marriage proposal, Uma doubled down her parents' decision to bring in new proposals. അത് കൊള്ളാം. ഉമ്മക്കിട്ടാണല്ലോ ഇന്ന് ഷമാസെ. Manager ruled out the project when he made a paradigm shift in the content. All right, take back your seat. All right. രാഹുലെ ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ഇന്ന് എന്ത് പറ്റി രാവിലെ, അല്ലെങ്കിൽ രാവിലെ കാണാറില്ലല്ലോ. He called for a paradigm approach to pull off the goal. That's great. Okay, you should take back your decision. All right. Paradigm shift എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ചേഞ്ചിനാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു അടിമുടി മാറ്റം കേട്ടോ അമല. ദാറ്റ് ഇസ് പാരഡൈം ഷിഫ്റ്റ്. Okay. Yeah. Pravi, good morning. My application was ruled out since I doesn't ആദിത്യ ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും പ്ലൂറൽ നൗൺ ആ കൊടുക്കുക. ആകപ്പാട് ഐയുടെ കൂടെ സിംഗുലർ കൊടുക്കുന്ന എപ്പോഴാ, ഈ പറയുന്ന ബി ഫോർമുലേഷൻ വരുമ്പോൾ. ഐ ആം റിസർവ്ഡ് ആണ്. അതുപോലെ വാസ്, ഐ ആം വരുന്നത്. ബാക്കി എല്ലാത്തിന്റെ കൂടെ പ്ലൂറൽ. ഐ ഡു, ഐ ഹാവ്, ഐ പ്ലേ, ഐ ഡ്രൈവ്, ഐ ഡോണ്ട് കെയർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഐ ഡസന്റ് അല്ല, ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കേട്ടോ. മൈ ആപ്ലിക്കേഷൻ വാസ് റൂൾഡ് ഔട്ട് സിൻസ് അവിടെ ഒരു പ്രശ്നമുണ്ട്, ഡോണ്ട് വരണമായിരുന്നു നോർമലി നമ്മൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ. പക്ഷെ ഇവിടുത്തെ സെന്റൻസേ പാസ്റ്റ് ടെൻസിലല്ലേ അല്ല ആദിത്യ. എന്റെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റഡ് ആയി, അല്ലെ എന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി അല്ലെ, വാസ് റിജക്റ്റഡ് പാസ്റ്റാ. അപ്പൊ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ റിജക്റ്റഡ് ആയത്. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് പാസ്റ്റ് ആണ്. സോ എന്ത് കൊടുക്കണം, അത് പാസ്റ്റ് ടെൻസ് കൊടുത്തേ. ഐ ഡിഡ്ന്റ് ഹാവ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കണം. അല്ലാതെ ഇപ്പൊ പ്രസന്റ് ടെൻസിലാണ് ഡോണ്ട് കൊടുക്കണേ, അത് ഓർത്തോണം. Yeah. All right. നോക്കാം. It's an embarrassing situation when embarrassing ന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു കൃഷ്ണ. ഡബിൾ ആർ ഉണ്ട്, ഡബിൾ എസ് ഉണ്ട് കേട്ടോ. ഡബിൾ എസ് ഇട്ടിട്ടുണ്ട്, ഡബിൾ ആർ ഇടാൻ മറക്കല്ലേ. When a person takes back their gift from another person. Yes ആണ്. തിരിച്ചു കൊടുത്തല്ലേ, ഗിഫ്റ്റ് കൊടുത്ത് തിരിച്ചു മേടിക്കും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യില്ലേ, എന്താ അല്ലെ ഓർമ്മകൾ. He sets the tone of പണി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും, ഞാൻ തന്നെങ്കിൽ തിരിച്ചാന്ന് പറയില്ല, ആ സാധനമാണ് take back. Yes, he sets the tone of wedding by his arrival. That's great. I instructed my friend to take back her sardonic words. That's great. The demagogue ruled out the associate trainee after hollowing out the entire plan. Great.
അറിയാതെ വന്നു പോയതാണല്ലേ, അത് കൊള്ളാം. അതാ ഞാൻ ഓർത്തത്. അല്ലെങ്കിൽ രാത്രി മാത്രം വരുന്നവരാണ്. അപ്പൊ നിന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഇന്ന് തന്നെ പറ്റി രാവിലെയൊക്കെ വരാനായിട്ടെന്ന് വിചാരിച്ചു. അതാ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ രാവിലെയോ എന്ന്. ഓക്കെ, അപ്പൊ മറക്കണ്ട. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി വേർഡ്സ് phrases once again. Call for, wait out, pull off, set the tone, rule out, double down, take back. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ കോൾ ഓഫ് യു ഡിമാൻഡ് ചെയ്യല്ലേ, ആവശ്യപ്പെടുക. വെയിറ്റ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാര്യം വരുന്നവരെ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കുക അല്ലെ. സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അരങ്ങൊരുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ്. എന്തായാലും നിങ്ങൾക്ക് ഫ്രേസൽ വേർബിന് മലയാളത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് വേർഡ് മലയാളത്തിൽ പഠിച്ചു, ഫ്രേസൽ വേർബുകൾ മലയാളം പഠിച്ച കാര്യമില്ല. റിജക്ട് ചെയ്യുക എന്ന് പറയാൻ അറിയാമല്ലോ, നമ്മൾ അതിനെ ഒരു കാര്യത്തിന് റിജക്ട് ചെയ്യുക, അവസാനം. അതാണ് റൂൾ ഔട്ട്. ഞാൻ ഇനി മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല, ഞാൻ അതിലോട്ട് പോകാം. നമ്മുടെ കോഴ്സുകൾക്കൊക്കെ 15% ഡിസ്കൗണ്ട് ഉള്ള കാര്യം മറക്കണ്ട. എന്റെ കോഡ് മറക്കണ്ട, Y314. 15% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ. നമ്മൾ DRDOയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പല വേക്കൻസീസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയണം, DRDOയുടെ പ്രത്യേകത പല വേക്കൻസീസ് ഉണ്ട്. 10th ലെവൽ ക്വാളിഫിക്കേഷൻ, 12th ലെവൽ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. അതിൽ ചില എക്സാംസിന് സ്കിൽ ടെസ്റ്റ് ആണ് വേണ്ടത്, ചില എക്സാംസിന് ഫിസിക്കൽ ടെസ്റ്റ് ആണ് വേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജോബ് അപ്ലൈ ചെയ്യാം, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് November 30. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മുമ്പ് അപ്ലൈ ചെയ്യുക. 7ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, നമ്മുടെ December 7ാം തീയതി. അപ്പോൾ December 7നുള്ളിൽ അപ്ലൈ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെക്കാം കേട്ടോ. യൂട്യൂബിൽ നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒക്കെ വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അപ്ലൈ ചെയ്തതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ കോഴ്സ് എന്തായാലും 30ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ആരെങ്കിലും DRDOക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടെ, കോഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. 2400 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ കോഴ്സ് കിട്ടും. നിങ്ങൾ ആ ജോയിൻ ചെയ്യാൻ മറ്റുള്ളവരോട് പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ SSC GD ക്ലാസ് 2250 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. SSC GD ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോഴ്സിലോട്ടുള്ള സെൻട്രൽ ഫോഴ്സിലോട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കോഡ് അറിയാലോ, Y314 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അപ്ലൈ ചെയ്യാത്തവർ ഇനിയും ഉണ്ടാവും ഇവിടെ. അപ്പൊ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം കേട്ടോ. കാര്യം 30ാം തീയതി വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. November 30ാം തീയതിയാണ് SSC GDക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അറിയാലോ, യൂണിഫോം പോസ്റ്റ് ആണ്, ഫോഴ്സിലോട്ടുള്ള പോസ്റ്റ് ആണ്. നല്ല അലവൻസസ് ഉണ്ട്. നമുക്ക് 23,000 രൂപ മുതൽ 60,000 രൂപ വരെ സാലറി പാക്കേജ് വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മറക്കണ്ട. നമ്മുടെ വേർഡ്സിലോട്ട് പോകാം. ട്യൂമൾട്ട് ആണ് ആദ്യത്തെ വേർഡ് കേട്ടോ. ഇന്നത്തെ ട്യൂമൾട്ട് കേട്ടുണ്ടോ? ട്യൂമൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കൺഫ്യൂഷൻ. എന്താണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉള്ള അവസ്ഥ. അത് ഭയങ്കര ഡൗട്ടാണ് നമുക്ക്. ഡിസോർഡർ ആണ്, മൊത്തത്തിൽ അടിപൊളി അല്ലെ, നമ്മൾ പറയില്ല ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയും ജഗബൊക്കെ പറയില്ല, ആ സാധനം. അതിനെ ട്യൂമൾട്ട് എന്ന് നമ്മൾ പറയും. വല്ലാത്തൊരവസ്ഥ. എന്നാൽ ട്യൂമൾട്ടിന് വേറൊരു ഇതുണ്ട്. നമ്മളിപ്പോ ഈ ഭയങ്കര ഒച്ചപ്പാട് ബഹളമൊക്കെ ഇല്ലേ, അതിനും ട്യൂമൾട്ട് പറയാം. ലൈക്ക് അപ്രോർ, ഡിൻ, റാക്കറ്റ്. ഭയങ്കര കൺഫ്യൂസിങ് നോയ്സ് വരുവാണെങ്കിലും ട്യൂമൾട്ട് എന്ന് പറയാം. സോ ട്യൂമൾട്ടിന് രണ്ടർത്ഥം നമുക്ക് പറയാം. ഒന്ന് കൺഫ്യൂഷൻ ഡിസോർഡർ ഒക്കെയാണ്. ഈ ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഒരു ആ കൊയോസ് ഉണ്ടല്ലോ, ഒച്ചപ്പാട് ബഹളമൊക്കെ, അതിനും ട്യൂമൾട്ട് എന്ന് പറയാം. അപ്പൊ അതൊന്ന് ഓർത്തോണം. അപ്പൊ എല്ലാവരും ലൈവിലുള്ള പിള്ളേരൊക്കെ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എവിടെ സ്നേഹം എവിടെ? ഷോ മീ സം ലവ് പീപ്പിൾ, ഷോ മീ സം സപ്പോർട്ട് അല്ലെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ഇടണേ. ലൈവിലുള്ളവരൊക്കെ ലൈക്ക് ഇടുന്നില്ല, അതാണ് എനിക്ക് സങ്കടം. എന്താണ് പിള്ളേരെ? ഓക്കെ, അപ്പൊ നോക്കിയേ, അടുത്തത് അപ്റ്റിക് ആണ്. എന്താ അപ്റ്റിക്? കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ. ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞത് അപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരിയ ഒരു ഇൻക്രീസ്, സ്ലൈറ്റ് ഇൻക്രീസ്, അല്ലെങ്കിൽ ഒരു സ്മോൾ റൈസ്, ഒരു സ്ലൈറ്റ് അപ്വേർഡ് ട്രെൻഡിന് നമുക്ക് പറയാം അപ്റ്റിക്. ദർ ഇസ് എൻ അപ്റ്റിക് ഇൻ ദി പ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. ദർ ഇസ് എൻ അപ്റ്റിക് ഇൻ ദി എക്സ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം, അതിനാണ് അപ്റ്റിക് എന്ന് പറയാം. ഈ ഫിനാൻസ് ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഓൾറൈറ്റ്, അടുത്തത് ഡെഫിസിറ്റ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും ഡെഫിസിറ്റ് അല്ലെ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി, ഒരെണ്ണത്തിന്റെ കുറവിനെയാണ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഷോർട്ടേജ്, സ്ലിപ്പേജ് അല്ലെങ്കിൽ ഷോർട്ട് ഫോൾ, അതിനാണ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഓക്കെ, ഓർത്തോണേ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ കുറവ്. ഓക്കെ, സഫിഷ്യൻസിയുടെ ഓപ്പോസിറ്റ് അല്ലേ ആ സാധനം. സ്ലാക്കൻ അറിയായിരിക്കുമല്ലോ. സ്ലാക്ക് ആയ അവസ്ഥ എന്ന് പറഞ്ഞാൽ റിലാക്സ് ആയ അവസ്ഥയാണ്. അപ്പൊ സ്ലാക്കൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്യുക, ലൂസൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതല്ലാതെ സ്ലാക്കിന്റെ അർത്ഥം ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ വരുമ്പോൾ അതിന്റെ അർത്ഥം റിഡ്യൂസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ഡീസലറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്, ഓർത്തോണം. യെസ്, അടുത്തത് കൺസ്ട്രൂ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എഡിറ്റോറിയൽ വേറൊരു വാക്കാണ് കൺസ്ട്രൂ. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് കൺസ്ട്രൂ. കൺസ്ട്രൂ എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്. ദാറ്റ് മീൻസ് ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്ക് ഇതിൽ നിന്നും
മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. റീഡ് ചെയ്യുക, സീ ചെയ്യുക. റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വായിച്ചെടുക്കുക എന്ന് പറയില്ല, ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുക എന്ന് പറയില്ല, ആ സാധനമാണ് റീഡ് ചെയ്യുക. സീ ചെയ്യുക എന്നുള്ള പറയില്ല, അത് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയും. ആ സാധനത്തിനാണ് കൺസ്ട്രൂ ചെയ്യുക എന്ന് പറയാം. ഓർത്തോണെ, കൺസ്ട്രൂ ഇസ് എ വേർബ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. നോക്കട്ടെ സെന്റൻസ്. ഓക്കെ, the indigenous people from rural clans were ruled out from hierarchical ruling party election the prevailing week. Okay, all right. During the prevailing week ആണോടാ, വീക്ക് അല്ലേ, അപ്പൊ during the prevailing week കൊടുക്കണം കേട്ടോ ഉമ, ശ്രദ്ധിക്കണേ. അർജന്റീന അല്ലെ, അർജന്റീന ടേക്ക് ബാക്ക് ഓൾ പ്ലേയേഴ്സ്. അവിടെ ഒരു വ്യത്യാസം, അർജന്റീനയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. ജി ആണ്, ARGNTINA, അർജന്റീന. ടേക്ക് ബാക്ക് കൊടുക്കരുത്. അർജന്റീന സിംഗുലർ ആണ് അനീഷെ, അപ്പൊ എന്ത് കൊടുക്കണം, അതിന് വെർബ് സിംഗുലർ കൊടുക്കണം. അപ്പൊ അർജന്റീന എന്ന് പറഞ്ഞ സിംഗുലർ, ഇപ്പൊ ഞാൻ പറയണം അനീഷ എന്ന് പറഞ്ഞ സിംഗുലർ നൗൺ അല്ലേ, അപ്പൊ സിംഗുലർ വെർബ് കൊടുക്കണം. എങ്ങനെ സിംഗുലർ വെർബ് കൊടുക്കാം, ആ വെർബിന് ഒരു എസ് ഇട്ട് കൊടുത്തേ, എന്ന് കൊടുക്കാം, ടേക്സ് ബാക്ക്, TAKES, takes back all players എന്ന് കൊടുക്കും കേട്ടോ. അപ്പൊ സെറ്റ്. The teacher was called Stony as she took back the promise given to students. All right, that's great. DRDO typing. ചില എല്ലാത്തിനും ടൈപ്പിംഗ് വേണ്ടല്ലോ, വേണ്ട, എല്ലാത്തിനും ടൈപ്പിംഗ് വേണ്ട അമ്മു, ചിലതിന് മാത്രം ടൈപ്പിംഗ് മതി. ടൈപ്പിംഗ് അറിയാലോ, വേർഡ്സ് പെർ 100 വേർഡ്സ് പെർ ഇതോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ പോസ്റ്റിലും ടൈപ്പിംഗ് ഇല്ല. ഓക്കെ, യു കാൻ ടേക്ക് ബാക്ക് യുവർ വേർഡ്, സോ കൺട്രോൾ യുവർ ടങ് വെൻ യു ഗോട്ട് ആംഗ്രി. വെൻ യു ഗോട്ട് ആംഗ്രി അല്ല, വെൻ യു ഗെറ്റ് ആംഗ്രി. സേവ ഇത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, അപ്പൊ പ്രസന്റ് ടെൻസ് കൊടുക്കും, പാസ്റ്റ് ടെൻസ് കൊടുക്കല്ലേ. വെൻ യു ഗെറ്റ് ആംഗ്രി കൊടുക്കണേ. ഓക്കെ, യെസ്. ഓ മൈ ഗോഡ് ഐ എം ടോട്ടലി tumult അല്ല, ഓ മൈ ഗോഡ് ഐ എം ഓ മൈ ഗോഡ് ഐ എം ടോട്ടലി ഇൻ tumult എന്ന് കൊടുക്കുക. ഐ എം ടോട്ടലി ഇൻ എ tumult എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഐ എം ഇൻ എ ടോട്ടൽ ട്യൂമൾട്ട് കൊടുക്കുക. ഐ എം ഇൻ എ ടോട്ടൽ ട്യൂമൾട്ട് കൊടുക്കുക. കൺഫ്യൂഷനിലാണ്, കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്ന അർത്ഥം ഇവിടെ വരരുത്, ട്യൂമൾട്ടിലാണെന്ന് പറയരുത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ആദ്യത്തേക്ക് ഇങ്ങനെ കൊടുക്കാം, അതിന് അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കാം, ട്യൂമൾട്ടസ് കൊടുക്കാം. അഡ്ജക്റ്റീവ് ട്യൂമൾട്ടസ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ട്യൂമൾട്ടസ്. All right, okay, നോക്കാം. The security personnel set the tone for playing by taking back the fans who are hastily running towards the players. Great. Tumult caused after the controversial speech inflamed the crowd. Great. Sometimes the options of a particular person can cause a tumult in the candidate's mind. Example irikkunna oru avasthayannallo Krishnaja. I feel there is an uptick improvement in my language. Harshad, good for you. Okay. Missile strike in Polish border P capital കൊടുക്കണ്ടേ അനി? യെസ്, കൊടുക്കണം കേട്ടോ. സെൻഡ് tumultuous ruckus. ഓക്കെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. മിസൈൽ സ്ട്രൈക്ക് ആണ്, അപ്പം സിംഗുലർ അല്ലേ സബ്ജക്ട് അനി, അപ്പൊ വെർബ് സിംഗുലർ കൊടുക്കണ്ടേ. അപ്പൊ എന്ത് കൊടുക്കണം, സെൻസ് tumultuous ruckus with running G20 summit. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് SENT കൊടുക്കണേ, സെന്റ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, I can't construe anything from this passage. Can you explain it? Sure, I'll. കൊള്ളാം, നല്ല sentence കേട്ടോ. When he received job offers from different companies, he had a tumult in choosing one. That's great. You should slacken your tumult in everything. Okay, you should should lessen your confusion. That's great. We need a superhero to correct our country's all tumults. Countryയുടെ എല്ലാ tumults. Okay. അവിടെ ഒരു പ്രശ്നമുണ്ട് അനുപേ. എന്താ പ്രശ്നം? ഓൾ ഒരിക്കലും പൊസസീവ്സ് ശേഷമല്ല ഇട്ട് കൊടുക്കുന്നത്, പൊസസീവ്സിന് മുമ്പല്ലേ. ഓൾ ആർ കൺട്രീസ് ട്യൂമൾട്സ് എന്ന് കൊടുക്കണം. ഓൾ ആർ കൺട്രീസ് ആർ കൺട്രീസ് ഓൾ ട്യൂമൾട്സ് കൊടുക്കുവോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ട് ഓളും പോളിന്റെ യൂസേജ് ഓൾ ആർ കൺട്രീസ് ട്യൂമൾട്സ് എന്ന് കൊടുക്കണം. ട്യൂമൾട്സ് കൊടുക്കണ്ട, ട്യൂമൾട്ട് മതി കേട്ടോ. കാര്യം ഇറ്റ്സ് ആൻ അൺകൗണ്ടബിൾ നൗൺ. യു ആർ പ്രൊവൈഡിങ് uptick improvement to your students day by day. I'm so glad to hear that, Ravi. There is an uptick in stock market since last week. That's great. After the Russian invasion, Ukrainian people were in tumult. കുഴപ്പമില്ല, ഉക്രൈനിന്റെ U capital, റഷ്യന്റെ R capital. കേട്ടോ രാഹുലെ, അത് ശ്രദ്ധിച്ചോണം. പിന്നെ ടൈപ്പിംഗ് ആവുമ്പോൾ ഇറ്റ്സ് ഓക്കെ. When there was an uptick in COVID cases, there was a tumult in wearing masks. Of course, അല്ലെ. The deficit of nutrients in plants will reflect in their growth. ഇവിടെ ഡെഫിഷ്യൻസി തന്നെ കൊടുക്കണമെന്നുണ്ടോന്നോ? ഇല്ല, ഡെഫിഷ്യൻസി കൊടുക്കണം ഒരു നിർബന്ധമില്ല. ഡെഫിസിറ്റ് കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല
കേട്ടോ, അത് കൊടുക്കാം ആദിത്യ, ഒരു പ്രശ്നമില്ല. It is അതാണല്ലോ സിനോണിമിന്റെ പ്രത്യേകത. It is ostensible that the ongoing tussle among the political domain and would bring in an odious interim of tumult. All right, bring in team. Okay. Last year the profit of the company was deficit, but now there's an uptick. That is great. Deficit court fee must be paid within 30 days, otherwise the suit will be dismissed. Great. Tumult after the Buddha's fourth council paved the way for decline of Buddhism. All right. He construed the project in detailed way. That's great. There is an uptick in his reading ability when he started to read English novel. That is great. There's an uptick in tax collection. All right. All right. I was tumulted by her. Anupama, tumult is verbal. It's noun only. അവിടെ tumulted പറയില്ല. കേട്ടോ, ഇങ്ങനെ പറയാം. I was confused. അവിടെ confused തന്നെ കൊടുക്കാം കേട്ടോ, by her ideas കൊടുക്കാം. ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺഫ്യൂഷൻ എന്ന് പറയുമോ, ഒരു വല്ലാത്തൊരു അവസ്ഥയില്ലേ, ആ ഒരു ഡിസോർഡർ അവസ്ഥ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിനെ വെർബായിട്ട് കൊടുക്കരുത്, ഇറ്റ്സ് ജസ്റ്റ് എ നൗൺ കേട്ടോ. Slacken your anger, it can make you a happy person, of course. Like after the sequential soaring of price gain of staple things, the experts consider that the linchpin of this adverse situation and come to table for tweaking the economic terms. Okay. To slacken the price gain. All right. I am tumult for all. I am in a tumult. Anisha, I am in a tumult for all PSC exam. The uptick in company's income after he joined the business is remarkable. That's great. Financial deficit puts his family in a tumult. Great. Legislature must construe the provisions of law with proper care and caution. That is great. Each shop and festival stall has an uptick in their price compared to actual price of product. Of course. You should consider the syllabus of exam carefully. All right. These clothes are too baggy. You should slacken its size. That is great. Great, Seva. Being adept in construing any idea, he was selected as a team leader. That is great. It is a grief that despite Isha's scornful efforts in molding her skills and aptitude, only an uptick is observed. Okay, slide in the old. Okay, kolla. The British slackened their army and revolt of 1857 were coincident. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ സെന്റൻസിന് ഒരു മീനിങ് വരില്ല. സ്ലാക്കൻ ദർ ആർമി ഒരു ഓക്കെയാണ്. ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 വേറെ അങ്ങനെ വരും. റിവോൾട്ട് സിംഗുലർ അല്ലേടാ, വാസ് അല്ലെ, വാസ് കോയിൻസിഡന്റ് കൊടുക്കാം. ഓക്കെ. When I went to Andhra Pradesh the capital, my friend construed what the local people were saying. Okay. Do you have any tumult regarding the adoption of child? That's great. Any confusion? അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ, അവിടെ പ്രവി സൂട്ടബിൾ വേർഡ് കൺഫ്യൂഷൻ ആണ്. ട്യൂമൾട്ട് കൊടുക്കില്ല. ട്യൂമൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഉദ്ദേശം ഒരു ജഗപൊക അവസ്ഥയാണ്. അല്ലാതെ നമ്മൾ നോർമലി നമ്മുടെ മനസ്സിലുള്ള ഡൗട്ടിന് നമ്മൾ ട്യൂമൾട്ട് എന്ന് പറയരുത്. ഇറ്റ്സ് നോട്ട് ഡൗട്ട് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഡൗട്ടിന് പറയുന്ന കൺഫ്യൂഷൻ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ യു കനോട്ട് യൂസ് അവിടെ ട്യൂമൾട്ട്. അപ്പൊ അത് ഞാൻ പറയാറില്ലേ, ഇംപ്രോപ്പർ യൂസേജ് ആണത്. പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കേണ്ട വേർഡ്സിന്റെ ഇടയ്ക്ക് ട്യൂമൾട്ട് കൊടുക്കരുത്. ലൈക്ക് അല്ലെ, കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡൗട്ടിന് പറയുന്ന ഒരു വാക്കാണല്ലോ, അൺസർട്ടനിറ്റി എന്നൊക്കെ പറയില്ലേ, ആണ്. പക്ഷെ ഈ കൺഫ്യൂഷൻ അതാണോ? അല്ല, അവസ്ഥ വ്യത്യാസമുണ്ട് കേട്ടോ. അതൊന്ന് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. സിനോണിം ആകുമ്പോൾ വേർഡുകൾ തമ്മിലുള്ള യൂസേജ് ഡിഫറൻസ് വരാതെ ശ്രദ്ധിക്കാം. അടുത്ത പിടിച്ചേ, ഓൺസെറ്റ്. എന്താണ് ഓൺസെറ്റ്? ഓൺസെറ്റ് അറിയാലോ, ഓൺസെറ്റ് ഓഫ് വിന്റർ. വിന്റർ ഇസ് കമ്മിങ് കേട്ടിട്ടില്ലേ? ഗെയിം ഓഫ് ത്രോൺസ് പറയല്ലേ, വിന്റർ ഇസ് കമ്മിങ്. വിന്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അയ്യോ, ഡെഡിന്റെ അറൈവൽ ഓഫ് ദ ഡെഡ്, ഓൺസെറ്റ് ഓഫ് ദ ഡെഡ്. അപ്പൊ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ഈ ഗെയിം ഓഫ് ത്രോൺസ്. എന്റെ ഒരു വല്ലാത്ത ഇതായിരിക്കും. അതുകൊണ്ട് വിന്റർ ആകുമ്പോഴേക്കും എനിക്ക് ഗെയിം ഓഫ് ത്രോൺസും അതുപോലെ ക്രിസ്മസ് മൂവീസും അങ്ങനെ വേറൊരു ലെവലാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് സീസൺ എന്താന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ദാറ്റ് ഈസ് വിന്റർ. കാര്യം വയനാട്ടിൽ നമ്മൾ വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് വിന്റർ ആകുമ്പോഴേക്ക് ഭയങ്കര സുഖ. ഇന്നാണെങ്കിൽ എണീക്കാനേ തോന്നിയില്ല, ഇന്ന് മടിച്ചിട്ട് എന്റെ പൊന്നേ ഇത് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു, പക്ഷെ പണ്ടത്തെ തണുപ്പൊന്നും ഇല്ല കേട്ടോ. എന്നാൽ പോലും സ്നോഫോളും നമുക്കില്ലെങ്കിൽ പോലും നമുക്ക് തണുപ്പും മഞ്ഞും മൂടി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഭയങ്കര. അപ്പൊ ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും വിന്റർ ഓർമ്മ വരും. ഓൺസെറ്റ് ഓഫ് വിന്റർ. നിങ്ങൾക്കൊക്കെ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ഓർമ്മ വരും, എനിക്ക് ഓൺസെറ്റ് ഓഫ് വിന്റർ ഓർമ്മ. ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്, അറൈവൽ, ബിഗിനിങ്, ഇൻസെപ്ഷൻ, റൈസ് എന്ന് നമ്മൾ പറയും. ഇൻസെപ്ഷൻ ഒക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സോ സ്റ്റാർട്ട്, ബിഗിനിങ്, അറൈവൽ എന്നൊക്കെയാണ് ഓൺസെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഓർത്താൽ മതി. ഓൺസെറ്റ് ഓഫ് മൺസൂൺ നമ്മൾ എപ്പോഴും പറയുന്ന മൺസൂണിന്റെ വരവ് അല്ലെ, മഴയുടെ വരവ് കാത്തിരിക്കും അല്ലെ, അത്. അതുപോലെ ഓൺസെറ്റ് ഓഫ് വിന്റർ, ഇപ്പൊ സമയമായി, വിന്റർ ടൈം ആയി അല്ലെ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത അട്രിബ്യൂട്ട്. അട്രിബ്യൂട്ടിന്റെ വാക്ക് അർത്ഥം എന്താ? രണ്ടർത്ഥം ഉണ്ട്, നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കുക. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചർ.
അതിനെ verb ആയിട്ട് പറയുമ്പോൾ ascribe ചെയ്യുക, assign ചെയ്യുക, credit ചെയ്യുക എന്ന് പറയാം അല്ലെ. ascribe ചെയ്യുക, assign ചെയ്യുക, credit ചെയ്യുക, attribute ചെയ്യുക അല്ലെ, അതിനൊരു quality കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. So that is attribute അല്ലെ. It attributes to your success എന്നൊക്കെ നമ്മൾ പറയില്ലേ, it attributes to your success ഒക്കെ പറയുന്ന സാധനം. അടുത്ത accrue. accrue ചെയ്യാന്ന് പറഞ്ഞാൽ റിസൾട്ട് ആവുക, ഇതിന് കാരണമാവുക അല്ലെ. ഇത് കാരണം റിസൾട്ട് ഇങ്ങനെ കൊണ്ടുവരിക, അറൈസ് ചെയ്യുക, ഫോളോ ചെയ്യുക, എമനേറ്റ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന്റെ അനന്തരഫലമായിട്ട് റിസൾട്ട് ആയിട്ട് ഇത് വരിക, അറൈസ് ചെയ്യുക, ഫോളോ ചെയ്യുക, എമനേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ അക്രൂ എന്ന വാക്കിന്റെ അർത്ഥം. അക്രൂവിന് വേറെ അർത്ഥം ഉണ്ട്, അക്യുമുലേറ്റ് ചെയ്യുക എന്നർത്ഥം, കളക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ അക്രൂവിനുണ്ട്, ഓർക്കണം. അടുത്ത ഡെഫർ. ഓക്കെ, ഡെഫർ. ഡെഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മാറ്റിവെക്കുക, പുട്ട് ഓഫ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, അഡ്ജേൺ ചെയ്യുക. ദ കോർട്ട് ഇസ് അഡ്ജേൺഡ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിലേ ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് ഡെഫർ. ഡിഫർ അല്ല, ഡിഫർ വേരി, വ്യത്യാസപ്പെടുക അല്ലെ. ഡിഫറും ഡെഫർ മാറിപ്പോരുതേ, ഓർത്തോണം. ഡിഫർ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുക, അത് verb ആണ്. വേരി ചെയ്യുക, വ്യത്യാസപ്പെടുക അല്ലെ, ആണ്. അടുത്ത ഡിതർ. ഡിതർ. ഡിതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹെസിറ്റേറ്റ്, ഒരു ഒരു എന്താ പറയാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്കൊരു ഒരു എന്താണ് എന്താ പറയാ, ഉറപ്പില്ലായ്മ, അൺസർട്ടൺ ആയിട്ടൊരു അവസ്ഥ, അതിനെയാണ് ഹെസിറ്റേറ്റ് ചെയ്യുക, ഒരു മടി പിടിക്കുക, അതിനെയാണ് ഫോൾട്ടർ ചെയ്യുക, വേവർ ചെയ്യുക, ഫ്ലക്ച്വേറ്റ് ചെയ്യുക, വാസിലേറ്റ് ചെയ്യുക, അതിന് നമുക്ക് ഡിതർ ചെയ്യുക എന്ന് പറയും. അപ്പൊ വാല്യൂസ് ചില സമയത്ത് ഡിവിയേറ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, ആ ഒരു അവസ്ഥയ്ക്കാണ് ഡിതർ എന്ന് പറഞ്ഞാൽ. ഹെസിറ്റേറ്റ് ചെയ്യുക കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഒന്ന് ഓർത്തുള്ളൂ. ഓൾ റൈറ്റ്, അടുത്ത് നോക്കാം. Okay, let me see your sentence. I was unable to construe this theory. Nandisha, great. Did you construe what she is meant by that? What she is meant by അല്ല, what she meant by that. She is അവിടെ വേണ്ട, സേവ അവിടെ പാസീവ് വേണ്ട, what she meant by that കേട്ടോ. ഹവ മോളെ, ഗുഡ് മോർണിംഗ്, എവിടായിരുന്നു, ഉറങ്ങിപ്പോയോ? Slackening the price of fuel is a good thing. That's great. The weakened infrastructure of the country leads to a tumultuous stage when an unprecedented rainfall occurs. Great. In the opening stage of COVID-19 pandemic, സ്പെല്ലിംഗ് ഒന്ന് മാറിക്കണേ, പാൻഡമിക് അല്ല പാൻഡമിക് അല്ലെ, സ്പെല്ലിംഗ് ടൈപ്പ് വന്നു തോന്നുന്നു സനിലെ. ദ ഹോൾ വേൾഡ് ഇസ് ഓൺ ട്യൂമൾട്ട്. ഓൺ ട്യൂമൾട്ട് അല്ല, ഇൻ ട്യൂമൾട്ട്, ട്യൂമൾട്ടിൽ, കൺഫ്യൂഷനിൽ കേട്ടോ. ടു ഡിഫറെന്റ് ഇൻസിഡൻസ് അല്ലേ, രണ്ട് ഡിഫറെന്റ് ഇൻസിഡൻസ് അല്ലേ മാം? അയ്യോ, എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല. ഷമാസ, എനിക്ക് ഐ ലോസ്റ്റ് ഇറ്റ്. എന്തായിരുന്നു അത്? എന്താ രണ്ട് ഡിഫറെന്റ് ഇൻസിഡൻസ് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അല്ല, നിധി, ഗുഡ് മോർണിംഗ്. സീത, ഗുഡ് മോർണിംഗ്. ഐ ഹാവ് ഡെഫിസിറ്റ് ഓഫ് 2 pack of fertilizer. 2 pack of fertilizer ഓടാ, 2 pack എന്ന് പറയുമ്പോൾ രണ്ടായില്ലേ, അപ്പൊ ഫെർട്ടിലൈസേഴ്സ് കൊടുത്തേ. ഐ ഹാവ് ഡെഫിസിറ്റ് ഓഫ് 2 packs of fertilizers. 2 packs of fertilizers due to price hike കേട്ടോ. രാഹുലെ, ശ്രമിക്കാന്ന് എനിക്ക് പറയാൻ പറ്റുള്ള കാര്യം, നമ്മളിപ്പോ ഷെഡ്യൂൾ ഇടുന്നതിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനിലേക്ക് ഇരിക്കുന്ന സമയമാണ്. ഞാൻ ശ്രമിക്കാം കേട്ടോ, ഉറപ്പായിട്ട് ശ്രമിക്കാം. പിന്നെ നീ എന്നെ കൊണ്ട് നേരത്തെ എണീപ്പിക്കും അല്ലേ, കൊള്ളാടാ. എന്നാൽ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ, എന്നിട്ട് ഞാൻ ഇത്ര വരെ ആക്കിയിട്ട് നീ എന്നോട് ചങ്കിക്കൊന്ന് വർത്താനം പറയലടാ. അയ്യോ, രാവിലെ റിവ്യൂ അടിക്കുന്നതൊക്കെ പറയാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ ചിരി വരും. കാരണം പണ്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഏറ്റവും താമസം എണീക്കുന്ന ഒരാളാ. അപ്പം കോളേജിലൊക്കെ പോകുന്നതൊക്കെ ഒരു കഥയാ, ഒന്നും പറയണ്ട. അപ്പൊ ഞാനിപ്പം രാവിലെ എണീറ്റ് എഡിറ്റോറിയലൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എന്നെ നോക്കി ചിരിക്കും, എന്ത് പറ്റും എന്തു എന്ന് ചോദിക്കും. അതൊക്കെ ഒരു കാലം, എന്നെ ഓർമ്മപ്പെടുത്തല്ലേ. ഓക്കെ, ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തണുപ്പാണ്, എന്താ ചെയ്യാ. ഡു യു ബിലീവ് യു construe these words in a proper way? That is great. Southwest monsoon is also known as the onset of monsoon. Yeah. Onset of winter season, you should take care. ഇങ്ങനെ കൊടുക്കാം, ഇറ്റ് ഈസ് ദ ഓൺസെറ്റ് ഓഫ് വിന്റർ സീസൺ. ആദ്യത്തെ ഇങ്ങനെ കൊടുക്കാം, ഇറ്റ് ഈസ് ദ ഓൺസെറ്റ് ഓഫ് വിന്റർ സീസൺ. എന്നിട്ട് കോമ കൊടുത്തിട്ട് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ഹെൽത്ത്. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ മതി, അവിടെ ഹെൽത്ത് വേണ്ട കേട്ടോ. Economists are finding solutions for the financial tumult. Great. Do you like onset of winter? ഇഷ്ടമാണോന്നോ, അതെന്ത് ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ള സെലിബ്രേഷൻസ്, ഒരുപാട് സെലിബ്രേഷൻ നമുക്ക് അല്ലെ, കേരളത്തിൽ ഒരുപാട് സെലിബ്രേഷൻ ഉണ്ട്. അതിൽ ഒരു സെലിബ്രേഷൻ ഏറ്റവും ഇഷ്ടം എനിക്കിതാ. കാര്യം ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് വരും, കേക്ക് കഴിക്കാം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ന്യൂ ഇയർ വരും, ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഇടില്ലേ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ആ ഒരു ഇത് ഭയങ്കര, എനിക്ക് ഓണത്തെക്കാളും കൂടുതൽ ക്രിസ്മസിനോടാണ് താല്പര്യം. എന്താ വെച്ചാൽ രണ്ട് സെലിബ്രേഷൻ, ഒന്ന് കഴിയുമ്പോഴേ പുറത്ത് വേറെ ഒന്നും കൂടെ വരിക. ഓഹോ, ഇത് വല്ലാത്തൊരവസ്ഥ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. കോഗ്നിസൻസ് അമംഗ്, അതുപോലെ മൂവീസ് ഒക്കെ വരും ആ സമയത്ത്, ക്രിസ്മസ് ഇംഗ്ലീഷ് മൂവീസ്, ക്രിസ്മസ് മൂവീസ് ഒക്കെ വരും. അവിടെ ഒരു പ്രത്യേക ക്ലൈമറ്റ് അല്ലേ, ഞാനതിങ്ങനെ ആലോചിക്കും. Cognizance among common men is an inevitable element in implementing any yardstick for improving country's health sector, quoted Dr. Amit Shah. Great. The attributes of the new gadget was good and it accrued in a good sale. That's great. ക്രിസ്മസിന് റിയാനെ കാണാൻ പോകുന്നത് ഇന്നാൾ പറഞ്ഞ പോലെ, ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ അയർലൻഡിൽ ഈ സമയത്തല്ല, ക്രിസ്മസ് ഡിസംബർ ടൈമിലല്ല, തണുപ്പ് കൂടുന്ന സമയം, ഒരു
ഫെബ് മാർച്ച് സമയത്താണ് തണുപ്പ് കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അപ്പോഴാണ് സ്നോഫാൾ കൂടുതൽ വരാമെന്ന് അവള് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഒന്ന് പോയാലോ എന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്. വിനു, നീ എന്നെ പ്രലോഭിപ്പിക്കല്ലേ, ചാടിക്കേറി ഞാനങ്ങ് പോയി കളയും, അതാണ് പ്രശ്നം. Rindumis is zealously waiting as winter is onset. ഈസ് ഓൺസെറ്റ് പറയില്ല, ഈ ഇങ്ങനെ പറയാം, Rindumis is zealously waiting for the onset of winter. കാര്യം ഓൺസെറ്റ് നൗൺ അല്ലേ, അപ്പൊ നമുക്ക് ഈ ഓൺസെറ്റ് എന്ന് പറയാൻ പറ്റില്ല ഷമാസെ. ഈ ഓൺസെറ്റ്സ് എ ന്യൂ വെഞ്ചർ ഇല്ല, ഓൺസെറ്റ് വെർബ് അല്ല വിനു, onset. He is waiting for a new venture കൊടുത്തു. എന്നാലും onset verb ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. The drug has taken from the onset of the infection, but medicine is not accrue in my body. Accrue, accrued കൊടുക്കുക, അത് കറക്റ്റ്. accrued വന്നാൽ കറക്റ്റ് കേട്ടോ മോളെ, ശ്രദ്ധിച്ചോളൂ. Okay. The onset of Adi sale witnesses customers flocking into the shops. Great. Dithering results in chemistry lab always exasperates me. All right. Are you going to defer the meaning? That is great. The onset of program was memorable. Okay. Accruing income in my account is a Herculean task for me. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റില്ലെന്നല്ലേ, ഇൻകം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പ്രവേദന മനസ്സിലായി. എക്സാം is deferred to December. കൊള്ളാം. He deterred my offer to drink a coffee. That is great. Dissimilar opinions of I and my parents. വിനു അടി, നിന്നെ നേരിട്ടാണ് അടി എന്ന് ഉറപ്പാട്ടോ, ഉറപ്പാ. ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഓഫ് ഐയോ, എങ്ങനെ ഐ വരുന്നത്? എടാ ഓഫീസ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ ശേഷം എന്ത് വരണം? ഒബ്ജക്റ്റീവ് പ്രൊനൗൺ വരണം. വരുവാണ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ വരത്തുള്ളൂ അല്ലെ, ഒബ്ജക്റ്റീവ് വരണ്ടേ. ഓഫ് മീ ആൻഡ് മൈ പേരൻസ് അല്ലേ, അത് വേണ്ടടാ, മീ ആൻഡ് മൈ പേരൻസ് വേണം. അക്രൂഡ് എന്ന ക്വാറൽ. വയനാട് തണുപ്പാണ്. റിവോൾട്ട് ഓഫ് 1857 ആൻഡ് സ്ലാക്കനിങ് ഓഫ് ബ്രിട്ടീഷ് ആർമി. അങ്ങനെ അത് രണ്ട് സെന്റൻസ് ആണ്. പക്ഷെ നീ സെന്റൻസ് നോക്കിക്കേ, ആ സെന്റൻസ് നോക്കിക്കേ. അങ്ങനെ വരുമ്പോ രണ്ടും പാസൻസ് വേണ്ട കൊടുക്കാനായിട്ട്. നീ ഏത് സെന്റൻസ് നീ ഒന്നുകൂടെ എഴുതി നോക്കിക്കേ, എന്നിട്ട് കത്തും. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ പിന്നെ സെന്റൻസിലോട്ട് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. കേക്ക്സ് ആൻഡ് സ്റ്റാർസ് ആർ ഇന്നെവിറ്റബിൾ ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് ക്രിസ്മസ് സീസൺ. പിന്നല്ലേ, ഏത് ഇയർ കോളേജ് പഠിച്ചെന്നോ? ഞാൻ ഏത് ഇയർ കോളേജ് പഠിച്ചേ? 2017 പാസ് ഔട്ടാ ഞാൻ. ഞാൻ PG ആണ് പെട്ടെന്ന് ഓർത്ത്. ഡിഗ്രി 2015 പാസ് ഔട്ട്. Now our Indian becomes an early bird. സത്യം, എന്റെ പ്രവീ എന്നെ ഓർമ്മപ്പെടുത്തല്ലേ, സങ്കടപ്പെടുത്തല്ലേ നീ എന്നെ. If you desire to open up your parents now, you will have to flounder later in life. That's great. He deterred to join the trip as it deferred to his sister's wedding day. Following the onset of southwest monsoon, a rehabilitation cadre is set forth by the central government, especially among the flood-prone domains, to envisage upcoming economic crisis. You will suffer if you defer your daily duties. അവിടെ ifന് മുമ്പ് കോമ വേണ്ട കേട്ടോ സനിലെ. Can you defer the meeting for the next Monday? That's great. Owing to the attributes of food, he deterred to eat. All right. I can defer from my words because it will affect my credibility. That is great. I can defer from my words because it will affect my credibility. That's great. Moving to next set. അപ്പം ഡിഗ്രി പ്രിലിംസിന്റെ നമ്മുടെ പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. അതായത് ഫൗണ്ടേഷൻ ബാച്ച് അടുത്ത നമ്മൾ ഈ നവംബറിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നവംബറിനുള്ളിൽ ഓർ ഡിസംബറിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഡിസംബർ മാസത്തിൽ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പിന്നെ BDO പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഉള്ള ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസിന്. ഞാൻ പറഞ്ഞിരുന്നു 2200 രൂപയ്ക്കുള്ളിൽ 250 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. നിങ്ങൾ ബേസ് തീരെ കുറവാണ് ഡിഗ്രി പ്രിലിംസിനെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷനോട് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ഇതൊന്നും വേണ്ട, സെൽഫ് പ്രിപ്പറേഷൻ ആവശ്യമുള്ളൂ. പക്ഷെ ഒരു ബേസ് വൺസ് കിട്ടിക്കഴിഞ്ഞാലേ അത് കിട്ടുള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാ സബ്ജക്റ്റും കേട്ടോ, മാത്സ് ആണെങ്കിലും ഒക്കെ അതിന് വേണ്ടി നിങ്ങൾ അതിന് ശ്രദ്ധിക്കണം. അപ്പൊ കോഡ് മറക്കണ്ട, Y314 ഉപയോഗിച്ച് 15% ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ VFAയുടെ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബെബ്കോ LDയുടെ ക്ലാസ്സുകൾ ലൈവും റെക്കോർഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എക്സാമിന് റിസൾട്ട് വന്നിട്ടേ പഠിക്കൂ എന്ന് വാശി വെച്ചിരിക്കട്ടെ. ഇനിയിപ്പോ കോഴ്സ് എടുത്തില്ലാലും കുഴപ്പമില്ല, നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പറേഷൻ നടത്തണം. കാരണം പ്രിലിംസ് എഴുതി കഴിഞ്ഞവർക്ക് GK ഏറെക്കുറെ ഒരു സിമിലർ ആയിട്ട് അറിയാലോ. ആകപ്പാട് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ പ്രിപ്പറേഷൻ കൊടുക്കാത്ത ഇംഗ്ലീഷും മലയാളവും കുറച്ച് കൂടുതൽ ഫോക്കസ് എടുത്താൽ മതി കേട്ടോ. GKക്ക് ഫോക്കസ് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, GK കൊടുക്കുന്നതിന് കുറച്ചുകൂടി കൂടുതൽ എടുത്താൽ മതി, ബിക്കോസ് യു ഓൾറെഡി നോ ഇറ്റ്. അതെ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ പോവാൻ അടുത്തതിലോട്ട് കാലിബ്രേറ്റ് ചെയ്യാം. വെർനിയർ കാലിപ്പേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ? കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യുക എന്നൊക്കെയാണ് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഓർത്തുകൊണ്ട് കാലിബ്രേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഫൈൻ ട്യൂൺ, അഡ്ജസ്റ്റ്, മോഡിഫൈ എന്നൊക്കെയാണ് കാലിബ്രേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം
അടുത്ത നോക്കിക്കേ, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക എന്നൊക്കെ കാലിബ്രേറ്റ് എന്ന വാക്കിന്റെ അർത്ഥമുണ്ട് കേട്ടോ. അടുത്ത് ഡെപ്രീഷിയേറ്റ്. അപ്രീഷിയേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും ഡെപ്രീഷിയേറ്റ്. ഡെപ്രിക്കേറ്റ് എന്നൊരു വേർബും ഉണ്ട്, ഡെപ്രീഷിയേറ്റ് എന്ന വേർബും ഉണ്ട്. ഈ കൺഫ്യൂസിംഗ് വേർഡ്സ് വരുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഡെപ്രീഷിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിമിനിഷ് ചെയ്യുക, ഒരു കാര്യത്തിൽ നിന്ന് കുറയ്ക്കുക, എന്തെങ്കിലും ഒരു അതിന്റെ എമൗണ്ട് കുറയ്ക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഡിമിനിഷ് ചെയ്യുക, ലെസൺ ചെയ്യുക, ചീപ്പൻ ചെയ്യുക, ഡീവാല്യൂ ചെയ്യുക, ബിലിറ്റിൽ ചെയ്യുക, ചെറുതാക്കി കാണുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതായത് ഡിസ്പരാജ് ചെയ്യുക, അല്ല നമ്മൾ പറയില്ല ഡിസ്പരാജ്, ഒരാളെ നമ്മൾ അങ്ങ് താഴ്ത്തി കിട്ടുക പറയില്ലേ, ക്രിട്ടിസൈസ് ചെയ്യുക പറയില്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഡിപ്രീഷിയേറ്റ് എന്ന് പറയാം. അടുത്ത റെസ്റ്റ്. റെസ്റ്റിന്റെ ഡബ്ല്യു സൈലന്റ് ആണ്, ഡബ്ല്യു സൈലന്റ് റെസ്റ്റ് എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, റെസ്റ്റ് തന്നെ, മറ്റേ റെസ്റ്റ് തന്നെ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റഞ്ച് ചെയ്യുക, സ്നാച്ച് ചെയ്യുക, തട്ടിപ്പറിച്ചെടുക്കുക പറയില്ലേ, സീസ് ചെയ്യുക, ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ്, ഗ്രാബ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, അതാണ് റെസ്റ്റ് ചെയ്യുക എന്ന് പറയാം. പിന്നെ ഇംപീച്ച് അറിയാലോ, ഇംപീച്ച്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാക്കാണ് ഇംപീച്ച്മെന്റ്. അപ്പൊ ഇംപീച്ച് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ, ഇൻഡിക്റ്റ് അല്ലെങ്കിൽ ചാർജ്, അക്യൂസ് ചെയ്യുക, ഒരാൾ നമ്മൾ എന്താ പറയാ കുറ്റം ചുമത്തുക പറയില്ലേ, അതിനാണ് ഇംപീച്ച് ചെയ്യുക, ഇൻഡിക്റ്റ് ചെയ്യുക, ചാർജ് ചെയ്യുക. അതുപോലെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഇംപീച്ചിന്, ചാലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ചോദ്യം ചെയ്യുക, ചാലഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ അതിന് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഡോണ്ട് അട്രിബ്യൂട്ട് ടു ഹർ ദ ഓണേഴ്സ് ഓഫ് സ്പോയിലിംഗ് ദ പ്ലാൻ. ഗ്രേറ്റ്. ഞാൻ ഓർമ്മയുണ്ട്, നീ എപ്പോഴും അത് മാറ്റാറുണ്ട്, ഞാൻ നിന്നോട് ഇടയ്ക്ക് അത് പറയാറുണ്ട്. Vinu, yes. I deserve to accept the challenge in the beginning, but the success accrued in a lot of praise and reputation for me. That's great. Anju, good morning. She deserved to take his proposal. That's great. The government paid back the deferred salary. ഹർഷദേ, അവിടെ രണ്ട് തെറ്റ് ഞാൻ പറഞ്ഞുതരാം. പെയ്ഡിന്റെ സ്പെല്ലിംഗ് PAID. പേ എന്ന വാക്കിന്റെ പാസൻസ് എന്താ? പേ എന്ന വാക്കിന്റെ പാസൻസ് നോക്കിക്കേ, പേ ആണിത്. അപ്പൊ V2 എന്ന് വരും പെയ്ഡ്, PAID പെയ്ഡ് കേട്ടോ. V2 V3 പെയ്ഡ് ഇത് തന്നെയാണ്, ഓർത്തോണം. പിന്നെ ഡെഫറിന് എന്താ ER അല്ലേ, അപ്പൊ ഡബിൾ RED ആണ്, ഡബിൾ RED. ഡെഫേർഡിന്റെ ഡബിൾ RED കൊടുക്കണേ, DEFERRED കേട്ടോ. അമ്മോ തിരുത്തിയായിരുന്നു, ഗ്രേറ്റ്. In the absence of principal, the vice principal was attributed the charge. All right. While dithering a person, some people become very angry. All right. Never defer the programs because of your personal reasons. That is great. Delay ചെയ്യുന്നല്ലേ, കൊള്ളാം. അടുത്ത അലജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാന്നാണ്. പക്ഷെ അലജ്ഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ഫോമിലേഷൻ ഉപയോഗിക്കും, വീത്ര അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ലേ, പാർട്ടിസിപ്പിൾ ഫോമിൽ. ഈ അലജ്ഡിന്റെ അർത്ഥം എന്നാ, സപ്പോസ്ഡ്, ഇങ്ങനെയാണ് കരുതപ്പെടുന്നത് അല്ലെ. സോ കോൾഡ് അല്ലെങ്കിൽ ക്ലെയിംഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ് അലജ്ഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അലജ്ഡിന്റെ മറ്റൊരു വാക്ക് എന്ത് പറയാം, ഒസ്റ്റൻസിബിൾ അല്ലെ, ഒസ്റ്റൻസിബിൾ. പെർപെറ്റഡ്, ക്ലെയിംഡ്, സോ കോൾഡ്, സപ്പോസ്ഡ് അല്ലെ, അതുപോലെ തന്നെ അലജ്ഡ്. ഇതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്, പുതിയ വാക്കൊന്നും അല്ലേ, അതൊന്നും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ, നമുക്ക് സമയം കളയണ്ട, പോകാം നമ്മുടെ നെക്സ്റ്റ് സെറ്റിലൂടെ. ഫൈനൽ സെറ്റ്. പീപ്പിൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക. നമ്മൾ ഒരു കാര്യത്തിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാര്യത്തിന് തുടക്കം വിടുക, സെറ്റ് ഇൻ മോഷൻ, അതിനെ അല്ലെ തീ കൊടുത്ത് വിടുക എന്നൊക്കെ പറയില്ല, ഇനിഷ്യേറ്റ് ചെയ്യുക. ബ്രിങ് അബൌട്ട്, കൊണ്ടുവരിക, ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുക അല്ലെ. സെറ്റ് ഇൻ മോഷൻ, ഇനിഷ്യേറ്റ് ചെയ്യുക, ബ്രിങ് അബൌട്ട് ചെയ്യുക, അതാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയാം. ഡോണ്ട് ഇൻസ്റ്റിഗേറ്റ് നെഗറ്റീവ് തോട്ട്സ് ഇൻ ഹിം എന്ന് പറയില്ലേ, ചുമ്മാ അവന്റെ ഉള്ളിലോട്ട് നെഗറ്റീവ് തോട്ട്സ് കടത്തി വിടല്ലേ നീ എന്നൊക്കെ പറഞ്ഞേക്കാം. ദാറ്റ്സ് ഇറ്റ്. അടുത്ത അൺസേവറി കേട്ടിട്ടുണ്ടായിരിക്കും. അൺസേവറി എന്ന് പറഞ്ഞാൽ, സേവർ എന്ന് പറയുമ്പോൾ തന്നെ ടേസ്റ്റ് ആണല്ലേ, ദഹിക്കില്ല, നമുക്ക് ടേസ്റ്റ് സെറ്റ് അല്ലല്ലോ എന്ന് പറയില്ലേ, അൺസേവറി എന്ന് പറഞ്ഞാൽ അതാ. അൺപലാറ്റബിൾ, ഒന്ന്, അല്ലെങ്കിൽ ദഹിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം, എനിക്ക് നിന്റെ ഡയലോഗ് ദഹിക്കുന്നില്ലേ, നിന്റെ സ്വഭാവം എനിക്ക് ദഹിക്കുന്നില്ലേ, ദാറ്റ് മീൻസ് ഡിസ്അഗ്രിയബിൾ, അവനുമായിട്ട് അഗ്രി ചെയ്യാൻ പറ്റില്ല, അല്ല അവളുമായിട്ട് അഗ്രി ചെയ്യാൻ പറ്റില്ല, ഡിസ്അഗ്രിയബിൾ, ദാറ്റ് ഇസ് അൺസേവറി. അൺസേവറി ആറ്റിറ്റ്യൂഡ്, അൺസേവറി ഐഡിയ എന്നൊക്കെ പറയാം, അൺപ്ലസന്റ് എന്നൊക്കെ അർത്ഥമാണ് അൺസേവറി. അടുത്ത നാക്ക്. ഹി ഹാസ് എ നാക്ക് ഫോർ ഡ്രൈവിംഗ്, ഹി ഹാസ് എ നാക്ക് ഫോർ ടീച്ചിങ് എന്നൊക്കെ നമ്മൾ പറയും. ഗിഫ്റ്റ്, ടാലന്റ്, ഫ്ലെയർ, ജീനിയസ്, ഫാക്കൽറ്റി, അബിലിറ്റി, അതിനാണ് നാക്ക് എന്ന് പറയാം. നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും അല്ലെ. അവൻ ഇതിന്റെ ഒരു നാക്ക് ഭയങ്കര ഒരു നാക്കാട്ടോ, അവന് ഇന്തൊരു കാര്യത്തിൽ ഭയങ്കര ഒരു നാക്കാണെന്നൊക്കെ പറയുന്നേക്കാം. സോ നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരു പ്രത്യേക ഒരു കഴിവിനാണ് നാക്ക് എന്ന് പറയാം, ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ സമയമായല്ലോ പിള്ളേരെ, നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകണമല്ലോ. യെസ് ഓക്കെ. PG ലിറ്ററേച്ചർ ആണ് സ്വാഭാവികം അല്ലെ. ഓക്കെ. ഷീ കാലിബ്രേറ്റഡ് വിത്ത് ഹെർ ന്യൂ സറൗണ്ടിങ്സ്. ഓൾ റൈറ്റ്. Adjusted. Okay. The inexorable attacking of the indigenous team slackened the fighting spirit of opponent team. All right. The cow wrested the biscuit from the hands of a child. The 6-member confidential trainee cadre alleged the recruitment team to defer the interview in the interim. She impeached him as a murderer. All right. Impeach ശരിക്കും സ്ട്രോങ് വേർഡ് ആണ്, അത് നമ്മൾ ഫോർമൽ വേർഡ് ആണ്. അപ്പം കോർട്ടൊക്കെ ഇംപീച്ച് ചെയ്യാന്ന് പറയും അല്ലെ, അല്ലാതെ നമ്മള് ഒരാളെ ഇംപീച്ച് ചെയ്യാന്ന് പറയണ്ട. നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്തു, അക്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.
അടുത്തത് soldiers are calibrating their weapons for the war. Okay, today's vocabulary is full of tumult. Confusion ആണോ? Deprecate, depreciation, interdict, കൊള്ളാം. Okay, full of tumult അല്ലേ? Is full of tumult, full of confusion, കൊള്ളാം. My sisters like to rust my things. അടിച്ചു മാറ്റും. ഇതുവരെ അങ്ങനെയാ, എനിക്കറിയാം. അനുഭവമുള്ളതുകൊണ്ട് പറയാം. Calibration of scientific equipments അല്ലമ്മു, equipment is uncountable കേട്ടോ. Before doing an experiment is mandatory to get accurate values. Yes, you should calibrate your studies in order to get good results. Yes, instigate negative meaning മാത്രമാണോ മിസ് യൂസ് ചെയ്യുക? അല്ലല്ല പോസിറ്റീവ് മീനിങ്ങിൽ പറയും. Her mother advised her to calibrate to husband's behavior after marriage and it was unsavory to her. All right. He is the one who instigated this problem, but now he is nowhere. Every instruments, Aditya, every instruments, every singular noun kodukka. Every instrument must be calibrated before the use. Nak English word ada. He instigated the program. Instigating a person to do a crime is punishable. His idea is unsavory for me. Okay. നാക്ക് നമ്മൾ മലയാളത്തിൽ സാധാ പോലെ യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ, സെയിം തന്നെ, അത് തന്നെ നാക്ക്. ഓക്കെ, അവനൊരു നാക്ക് ഉണ്ടെന്നൊക്കെ പറയാം. ആ നാക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന നാക്ക് മലയാളം എന്ന് വിചാരിക്കും, ഇറ്റ്സ് ഇംഗ്ലീഷ് വാക്ക്. അപ്പൊ പിള്ളേരെ നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോകാം. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ആർട്ടിക്കിൾ വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചു വിടാം. അനിയത്തില്ല, ചേച്ചിമാരാണോ? ചേച്ചിമാരാണോ പണി തരുന്നത്? അത് കൊള്ളാം, എനിക്ക് അനിയത്തി വരാം. എസ് സോംനാഥ് ഇൻസ്റ്റിഗേറ്റഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ കാലിബ്രേറ്റിംഗ് പ്രൊപ്പൽഷൻ എക്യുപ്മെന്റ്സ് അല്ല ഉമ, എക്യുപ്മെന്റ് കാര്യം അൺകൗണ്ടബിൾ നൗൺ ആണ്. Messi has a knack of both goal scoring and play making. All right. The changes brought by Elon Musk in Twitter was unsavory for many. Yes. Sivana, hi. Good morning. Welcome back. നമുക്ക് പോകാം ആർട്ടിക്കിളിലോട്ട്. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടുക. അതുപോലെ തന്നെ മനസ്സിലായെങ്കിൽ തംസപ്പ് മാത്രമല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു എന്തിടണം, ഒരു ലൈക്ക് കൂടി ഇടാം. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് മൂവ് ടു ട്രേഡ് ട്യൂമൾട്ട്. ഒരു ട്രേഡ് ഒരു ഡിസോർഡറിൽ ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ്പോർട്ട് നമ്മുടെ പ്രശ്നം. എക്സ്പോർട്ടിന്റെ വരവും എക്സ്പോർട്ട്സ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ഇറ്റ്സ് ഹെർ അൺസേവറി attitude approach troubled him from continuing his profession. Her unsavory behavior made a discontent in others. Great. Impeachment proceeding against the president is grinding on. Great. Moving on to the article, people shrinking exports with high deficits call for a policy reboot. പോളിസി ഒന്ന് റീബൂട്ട് ചെയ്യണം. ഒന്ന് റീബൂട്ട് ചെയ്ത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം അല്ലെ. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ട കാര്യം വന്നിട്ടുണ്ട്. കാര്യം ഇപ്പോഴത്തെ പോളിസി ശരിയായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്ന. കാര്യം എക്സ്പോർട്ട് ഒക്കെ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വല്ലാത്ത ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പൊ അതൊരു കൺഫ്യൂഷന്റെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ഓതർ പറയുന്നത്. സോ അത് നമുക്കൊന്ന് വായിച്ചു വിടണം. ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് February 2021, India's goods exports rank in October, dropping 16.7 from the last year and 16% from September 22 to slip below $30 billion after a 20-month streak above that mark. Most sectors were hit hard. Engineering goods, pharmaceuticals and chemicals and employment-intensive gems and jewelry, textiles and handlooms. Just 6 sectors recorded an uptick, with electronics goods being the only manufacturing segment. Imports grew 5.7% year-on-year, expanding the country's trade deficit over 50% to $26.9 billion. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാല് ശരിക്കും പറഞ്ഞാല് ഈ ഇടയായിട്ട് നമ്മുടെ എക്സ്പോർട്ടിന് ഭയങ്കരമായിട്ട് ഷ്രിങ്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസത്തെ വെച്ച് നോക്കുമ്പോൾ ഒക്ടോബർ മാസം ഭയങ്കര ഡിപ്പാ വന്നേക്കുന്നത്. 16.7% ആണ് ലാസ്റ്റ് മന്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അത് 16% വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഗുഡ്സിന് ഒരുപാട് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. ഫാർമസ്യൂട്ടിക്കൽസിന് പ്രശ്നം വന്നിട്ടുണ്ട് അല്ലെ. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ്, എംപ്ലോയ്മെന്റ് ഇന്റൻസീവ് ജെംസിന്, അതുപോലെ തന്നെ ജ്വല്ലറി മൊത്തം പ്രശ്നമാണ്. ടെക്സ്റ്റൈൽസിന്റെ അതുപോലെ തന്നെ ഹാൻഡ്ലൂംസ് ഒക്കെ അഫക്ട് ചെയ്ത ഏരിയാസ് ആണ്. ആകെപ്പാടെ അപ്റ്റിക്ക് വന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് റെക്കോർഡ് അപ്റ്റിക്ക് ചില 6 സെക്ടേഴ്സിന് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ കുറച്ചൊരു മാനുഫാക്ചറിംഗ് സെക്ടർ പ്രശ്നം വരാത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗുഡ്സ് ആണ്. അവിടെ വലിയ പ്രോബ്ലം വലിയ തട്ടുമുട്ടും ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇമ്പോർട്ട്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ട്സിന് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. 5.7% ഇയർ-ഓൺ-ഇയർ വന്നിട്ടുണ്ട് എക്സ്പാൻഡ്. അതായത് ഒരു 50 ട്രേഡ് ഡെഫിസിറ്റ് ഓവർ 50 ഇതിൽ നിന്ന് 26.9 ബില്യണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ട് ആയിരുന്നു വലിയ പ്രശ്നം. എക്സ്പോർട്ട് ആണ് ഇവിടെ പ്രോബ്ലം വരുന്നത് കേട്ടോ. This is the 4th straight month of a $25 billion plus goods trade deficit that hit a record $30 billion in July.
To be sure, imports have now been moderating sequentially for 4 straight months and dropped 7.3 from September to an 8-month low of 56.7 billion. But a marginal dip in the petroleum imports, along with a 10.3% shrinking of non-oil, non-gold imports from September, can also be construed as a sign of slackening domestic demand. India's trade deficit so far this year is now over $175 billion from $94.2 billion a year ago. With high energy prices likely to escalate the winter's onset, a significant easing deficit levels is not on the horizon yet. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കണക്കുകൾ നിങ്ങൾ കണ്ടറിയാം 25 ബില്യൺ നിന്ന് ഡെഫിസിറ്റ് വന്നേക്കുന്നത് 30 ബില്യൺ ഡെഫിസിറ്റ് കുറവ് വരുന്നു എന്നുള്ളതും. അപ്പൊ ഷുവർ ആയിട്ട് നമുക്ക് പറയുന്ന ഒരു മോഡറേറ്റിംഗ് ഇത് സീക്വൻഷ്യലി നമുക്ക് കാണാൻ പറ്റും. 4 സ്ട്രേറ്റ് മന്ത്സ് ആയിട്ട് 4 മാസങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റംബറിൽ നിന്ന് 7.3% നിന്ന് കാണാൻ പറ്റും. ആ 8ാമത്തെ മാസത്തിൽ ലോ ആയിട്ട് നമുക്ക് 56.7% വരുന്ന കാണാമായിരിക്കും. അങ്ങനെ കാണാം. അപ്പൊ ഡേറ്റ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇക്കണോമിക്സ് റിലേറ്റഡ് GA ആണ്, കംപ്ലീറ്റ് ആയിട്ട് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ഈ നോൺ ഓയിലും നോൺ ഗോൾഡ് ഇമ്പോർട്ട്സിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഷ്രിങ്കിങ് കാണാൻ പറ്റും. അല്ല നോൺ ഒഴിച്ച് ഗോൾഡിനും ഓയിലും ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നോൺ ഓയിൽ പ്രൊഡക്ട്സിനും എല്ലാത്തിലും ഇമ്പോർട്ട്സിൽ ഷ്രിങ്കിങ് കാണാൻ പറ്റും സെപ്റ്റംബർ മുതൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തിരിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? വാട്ട് ക്യാൻ ബി റെഡ് എന്ത് എടുക്കാൻ പറ്റും? ഇവിടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്, ലെസൺ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട പോയിന്റ് കേട്ടോ. ഡൊമസ്റ്റിക് ഡിമാൻഡ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒരു ഇയർ മൊത്തം എടുക്കുവാണെങ്കിൽ 175 ബില്യൺ നിന്ന് കുറഞ്ഞു വന്നിപ്പോ എത്രയായി? 94.2 ബില്യൺ ഡോളറിലോട്ട് വരുന്നു ഒരു വർഷത്തിൽ വരുമ്പോഴേക്കും വരുന്നത്. 94.2% നിന്ന് ഇപ്പൊ വന്നേക്കുന്ന ഡെഫിസിറ്റ് എത്ര കുറവാ? 175 ബില്യണിലോട്ടാണ് വന്നേക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ഡേറ്റ നിങ്ങൾ നോക്കേണ്ടത്. മാത്രമല്ല എനർജി പ്രൈസസ് വളരാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യന്റെ ഓൺസെറ്റ് കൂടി വരുമ്പോൾ അതും നമ്മുടെ ഡെഫിസിറ്റിന് കാരണം കൂടുതലാക്കാൻ വേണ്ടി ഒരു കാരണമായിട്ടുണ്ട്. ഇപ്പോഴും അത് വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. So let's move to the next paragraph. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, while the government acknowledged forecasts of a slump in global shipments growth to just 1% in 2023, it attributed the October trade blip to a seasonal Diwali effect. Production dips as workers go on leave and imports rise with festive demand. Though the pre-Diwali and Diwali month exports did have a $5 billion gap in 2021, this was not the case in pre-COVID in 2019. Officials conveyed there is no need to be overly depressed as India has a very slow share of global trade which can only grow. But that growth will not accrue automatically. In a shrinking buyer's market, rivals such as Vietnam cannot be expected to simply wait out the slump. In contrast, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇതേ ഉള്ളൂ, കുഴപ്പമില്ല. ദീപാവലിയുടെ സമയത്ത് ഒക്ടോബർ മാസം ദീപാവലിയുടെ സമയത്തുള്ള സീസണൽ ഇഫക്റ്റ് കാരണമാണ്, ഒരു ഫെസ്റ്റീവ് ഇഫക്റ്റ് കാരണമാണ്. വർക്കേഴ്സ് ഒക്കെ വീട്ടിൽ ലീവിൽ പോയേക്കുമല്ലേ. മാത്രമല്ല ഇമ്പോർട്ട്സ് കൂടിയിട്ടുമുണ്ട്, ഫെസ്റ്റീവ് ഡിമാൻഡ് അനുസരിച്ച് ഇമ്പോർട്ട് കൂടിയിട്ടുമുണ്ട്. അപ്പൊ അതിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മുടെ പോളിസി മേക്കേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഈ പറയുന്ന മാർക്കറ്റിൽ ഇച്ചിരി ഇടിയുമ്പോൾ അതിന്റെ തൊട്ട് പുറകെ വിയറ്റ്നാം വന്ന് നിൽപ്പുണ്ട്. വിയറ്റ്നാം എപ്പോഴും എന്താ, നമ്മൾ ഒരു ഒന്ന് ഇടിയാൻ നോക്കിയിരിക്കുമ്പോൾ വിയറ്റ്നാം അവിടെ കയറി നിൽക്കും. വിയറ്റ്നാം അവിടെ വേറൊരു നമ്മുടെ ഇന്ത്യയുടെ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട്, വേറൊരു സോഴ്സ് ആയിട്ട് ഇവിടെ നിൽക്കുവാണ്. ഒരു ഓപ്ഷൻ ആയിട്ട്, ഇന്ത്യക്ക് പകരമുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വിയറ്റ്നാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ മറ്റ് റൈവൽസ് ഉള്ളപ്പോൾ നമ്മളത് ഇല്ലേ, നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ കുറഞ്ഞ വല്ലാത്ത പ്രശ്നമാണ്. അവരുടെ കൂടെ അവർ വന്ന് നിൽക്കും, അത് നമ്മളെ റിപ്ലേസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇൻ കോൺട്രാസ്റ്റ്, a new foreign trade policy to replace current policy, ഇപ്പോഴത്തെ പോളിസിയിൽ നിന്ന് 2015 ആ പോളിസിയിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു പുതിയ പോളിസിയിലോട്ട് വരണം, which was recently deferred yet again till April 2023 for reasons that included waiting out the current global turmoil. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഇതിനെ വെയിറ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് എല്ലാം പോട്ടെ തീരട്ടെ ഓർത്ത് വെയിറ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ മേ ബി ഇറ്റ് ക്യാൻ കോസ് എ ഡേഞ്ചർ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. If anything, the tumult in trade flows will be much worse by then. അപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും. പോളിസി മേക്കേഴ്സ് must stop dithering. ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ, ഇങ്ങനെ ആകപ്പാടെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കാതെ, they must be proactive in recalibrating, in adjusting their stance. For instance, steel export duty amid lower global prices has triggered higher imports, while exports, including those of engineering goods, have collapsed. The Financial Ministry recently identified external pressures as a key challenge, with a depreciating rupee making imports pricier and showing global demand hurting exports. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ കേട്ടോ. ഇതിൽ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ. നമ്മൾ ശരിയാണ്, ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം? ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യുക, ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ സ്റ്റാൻസ്. കാര്യം സ്റ്റീൽ എക്സ്പോർട്സിന്റെ ഡ്യൂട്ടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇൻസ്റ്റൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇതിൽ കൂടിയിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ പ്രൈസിൽ കൂടിയിട്ടുണ്ട്.
ഓക്കെ. പക്ഷേ അതേസമയത്ത് എക്സ്പോർട്ടിന്റെ കാര്യം എടുക്കുവാണ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് അടക്കം എല്ലാം കൊളാപ്സ് ചെയ്തേക്കുവാണ്. അപ്പൊ ഫിനാൻഷ്യൽ മിനിസ്റ്റർ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ പറ്റി നോക്കണം. അത് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ ഒന്നാമത് റുപ്പി ഡിപ്രീഷിയേറ്റ്, അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ അത് നമ്മളെ വല്ലാണ്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ മോർ ആക്ഷൻസ് ആർ നീഡഡ് ടു മാച്ച് ദീസ് കൺസേൺ. ഇതൊക്കെ നമ്മളൊരു കൺസേൺ തന്നെയാണ്, ആകുലതകളാണ്. അതിനൊക്കെ പുതിയ ആക്ഷൻസ് എടുക്കണം. വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ. വെയിറ്റ് ചെയ്തിരുന്ന് വാച്ച് ചെയ്യാം, നോക്കിയിരിക്കാം എന്ന് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ. അപ്പോൾ ദേ ഹാവ് ടു ആക്ട് അക്കോർഡിംഗ്ലി എന്നൊരു രീതി പറഞ്ഞ് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ പ്രോബ്ലം ഇസ് ഓൾ അബൌട്ട് നമ്മുടെ എക്സ്പോർട്ട് അല്ലെ. എക്സ്പോർട്ട് എന്താണ്? സ്ലാക്കൻ ചെയ്യാണ്, റെഡ്യൂസ് ചെയ്ത്, റിഡക്ഷൻ ഇൻ എക്സ്പോർട്ട്സ് വരുന്നുണ്ട്. അത് പ്രശ്നമാണ്. കാരണം വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കിയിരിക്കുകയാണ്, ഇന്ത്യയൊക്കെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ദാറ്റ്സ് എ പ്രോബ്ലം. സോ ഇതിനെ പറ്റി ഒന്ന് പറയുക. സ്ലംബ് കുറവ് കേട്ടോ, കുറവ് റിഡക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടണേ. ഹാസ് എ നാക്ക് ഫോർ ഡൂയിങ് സം ഹിസ് വർക്ക് പാഷനറ്റ്ലി. തംസ് അപ്പ് മാത്രമല്ല ശ്രീകുമാറിനെ കൂടി. ഓ എന്റെ ദൈവമേ, പിള്ളേരെ ഇപ്പോഴാണോ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു? എന്റെ പൊന്നടാവേ. എംപ്ലോയ്മെന്റ് ഇന്റൻസീവ് ജെംസ് ഇല്ലേ നമ്മുടെ, അതായത് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പറ്റുന്ന ജെംസ് ഉണ്ടല്ലോ, നമ്മുടെ രത്നങ്ങളൊക്കെ ഇല്ല, അതിനാണ് ജെംസ് എന്ന് പറയാം കേട്ടോ. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്ലംബ് കുറവ്, റിഡക്ഷൻ. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ പിള്ളേരെ, ആൻഡ് ലൈക്ക് ഇട്ടേ പിള്ളേരെ. നമുക്ക് വേഗം പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്നലത്തെ ക്വസ്റ്റ്യൻ വൈൽ ദ സമയമായതുകൊണ്ടാണ്. വൈൽ ദ റിസംഷൻ ഇൻ കോണ്ടാക്ട് is certainly significant, it is however only a first and tentative step towards stabilizing and increasingly fraught relationship. ശ്രദ്ധിച്ചോണേ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊപ്പോസിഷൻ വന്ന് ഇപ്പൊ കുറച്ച് ഞാൻ വിനുവിനോട് പറഞ്ഞില്ലേ, പ്രൊപ്പോസിഷൻ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ കൊടുക്കടാ എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാ. വൈൽ ദ റിസംഷൻ ഇൻ കോണ്ടാക്ട് is certainly significant, it is however only a first and tentative step. ആദ്യം ഒരു tentative step ആണ്, towards ഒരു preposition ആണ്. preposition stabilize വരുമോ? വെർബ് വരുമോ? വെർബ് വരില്ല. വെർബിനെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? അതിനൊരു ing ഇട്ട് കൊടുക്കുക, സ്റ്റെബിലൈസിങ് കൊടുക്കുക, towards stabilizing കേട്ടോ. അല്ലെ ജെറണ്ട് ഇട്ട് കൊടുക്കണേ. സ്റ്റെബിലൈസിങ് ആൻഡ് ഇൻക്രീസിംഗ്ലി ഫ്രോട്ട് റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പിന്റെ സ്റ്റെബിലൈസിങ് കേട്ടോ. ജ്വല്ലറിക്ക് പ്ലൂറൽ ഇല്ല, ജ്വല്ലർ അൺകൗണ്ടബിൾ ആണ്. ജ്വല്ലറി അൺകൗണ്ടബിൾ. എക്യുപ്മെന്റ്, ജ്വല്ലറി, ഫർണിച്ചർ, ലഗേജ് അതൊക്കെ അൺകൗണ്ടബിൾ ആണ് കേട്ടോ, ജ്വല്ലറിക്ക് ഇല്ല. ഓൾറൈറ്റ്, ക്ലിയർ. ജ്വല്ലിനുണ്ട്, ജ്വൽസ്. ഓക്കെ, അപ്പൊ സ്റ്റെബിലൈസിംഗ് ഇവിടെ വരണം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർ യു പീപ്പിൾ, മിസ്റ്റർ ട്രംപ് ഡിഡ് നോട്ട് ചേഞ്ച് ഹിസ് വേസ് ഓർ വ്യൂസ് സിൻസ് 2020 ഡിഫീറ്റ്. ഓക്കെ, നോക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം, ഇത് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളാം, എന്നിട്ട് നിങ്ങൾ എനിക്ക് ആൻസർ തരണം കേട്ടോ, കോമന്റ് സെക്ഷൻ തരാം. അപ്പൊ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡാറ്റ് യൂണിവേഴ്സിറ്റി കേരള സെൻട്രൽ എക്സാംസ്, നമ്മുടെ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പോൾസ് ഉണ്ടാവും അവിടെ, അതുപോലെ നോട്ട്സ് ഉണ്ടാവും, അതൊക്കെ അവൈൽ ചെയ്യാം. ഓക്കെ, അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്ന് രാത്രി 9:30 ഞാനും വരുന്നുണ്ട് നമ്മുടെ CHSL ഒരു മോക്ക് ടെസ്റ്റുമായിട്ട്, സോറി CGLന്റെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ട്. നമ്മുടെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡിന്റെ സ്റ്റേറ്റസ് ഒന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ എത്ര പേര് അഡ്മിറ്റ് ആയി, നമ്മുടെ എത്ര പേരുടെ ഇത് റിജക്റ്റഡ് ആയ അപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഉടനെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡേറ്റ് വരും. അപ്പൊ അതിനു മുമ്പ് ഏത് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ഡേറ്റ്, നിങ്ങളുടെ ഷിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡേറ്റ് വരും. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം നല്ല മുറുകിക്കോളുക. അതിനുള്ള മോക്ക് ടെസ്റ്റ് ഇന്ന് രാത്രി 9:30 ഞാൻ വരും. അതുപോലെ തന്നെ 7:30 ഷഫീഖ് സാർ ഞാനോട് വരുന്നുണ്ട്. വാട്ടത്തെ അത് ഓപ്പർച്യൂണിറ്റീസ്, CHSLന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കമന്റ് സെക്ഷനിൽ ആൻസർ സജഷൻസ് ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. ബൈ.